കർത്താവിന്റെ ശിതാമായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്ന് നാം ഒരു പുതിയ വിഷയം നമ്മൾ ചിന്തിക്കുകയാണ്. അത് പ്രായോഗിക സുവിശേഷീകരണത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളാണ് നമ്മൾ എടുക്കുന്നത്. അത് ഈ വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് ചില ക്ലാസ്സുകൾ അത് കിട്ടും. അപ്പോൾ നമ്മൾ ഫീൽഡിൽ പോകുന്നതിന് മുമ്പ് നമ്മൾ എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യം, ഫീൽഡിൽ നിന്ന് പിന്നീട് വരുന്ന കാര്യങ്ങള് നമ്മൾ എങ്ങനെ അവരോട് ഗോസ്പൽ ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് പേഴ്സണൽ ഇവാഞ്ചലിസത്തിന്റെയും സുവിശേഷീകരണം എന്നുള്ള വിഷയത്തിന്റെ ഒരു സബ്ജക്റ്റ് റവറൻ മാത്യുസം കുര്യൻ എടുക്കുന്നുണ്ട്. എന്നാലേ ഇത് നമ്മൾ പ്രാക്ടിക്കൽ മിനിസ്ട്രിയോടുള്ള ബന്ധത്തിൽ നിങ്ങൾക്ക് നൽകുന്ന ചില പാഠങ്ങളാണ്. ഇതിൽ നമ്മൾ സെമിനാരിയിൽ ജോയിൻ ചെയ്യാത്ത ആളുകളും ഇതിനകത്തുണ്ട്. അവർക്കും കുഴപ്പമില്ല, നിങ്ങൾക്ക് ക്ലാസ്സിലൊക്കെ അറ്റൻഡ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് കുറച്ചുകൂടെ ഡീപ്പായിട്ട് പ്രൊഫസേഴ്സിന്റെ ശിഷ്യത്വം കൂടെ കിട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങൾക്ക് എനിക്കും ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരിൽ എനിക്ക് പഠിക്കാൻ താല്പര്യമുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽ എനിക്ക് വാട്സപ്പിൽ അയച്ചാൽ ഞാൻ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫോമും പ്രോസ്പെക്ട്സും അയച്ചു തരാം. നിങ്ങൾക്ക് തുടർന്നുള്ള പ്രൊസീജിയറുകൾ നിങ്ങൾക്ക് അറിയിക്കാം. ജനുവരി 15 പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഗോഡ് ബ്ലെസ് യു. ഓക്കെ, പ്രായോഗിക സുവിശേഷീകരണം. സുവിശേഷീകരണം തന്നെ എന്ന് പറഞ്ഞാൽ എന്താണ്? യേശുക്രിസ്തുവിന്റെ ജനനം, യേശുക്രിസ്തുവിന്റെ ജീവിതം, യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ, യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണം, യേശുക്രിസ്തുവിന്റെ അടക്കം, യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്, യേശുക്രിസ്തുവിന്റെ സ്വർഗാരോഹണം, കർത്താവിന്റെ മടങ്ങിവരവ്, അനന്തര സംഭവങ്ങൾ, ഇതെല്ലാം സുവിശേഷത്തിലുണ്ട്. ഞാനൊന്നുകൂടെ ഓർപ്പിക്കുന്നു, സുവിശേഷം എന്നാൽ എന്താണ്? സുവിശേഷത്തിനകത്ത് എന്താണ്? സുവിശേഷം എന്ന വാക്കിന് നല്ല വാർത്ത എന്നാണ്. അത് ന്യൂസ് എന്ന വാക്കിൽ നിന്നാണ് ഗുഡ് ന്യൂസ് വന്നത്. ന്യൂസ് 4 വാക്കുകളിൽ നിന്നാണ്. നോർത്തിൽ നിന്നും, ഈസ്റ്റിൽ നിന്നും, വെസ്റ്റിൽ നിന്നും സൗത്തിലേക്കുമുള്ള 4 ദിക്കിലേക്ക് പോകുന്ന സന്ദേശത്തിനാണ് ന്യൂസ് എന്ന വാക്ക് വന്നത്. ആ 4 പദങ്ങളിൽ നിന്നാണ്. ഏതൊക്കെയാണ് ന്യൂസ് എന്ന വാക്ക് വന്നത്? NEWS. N മീൻസ് നോർത്ത്, പിന്നെ ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്. ഈ 4 ദിക്കുകളിൽ നിന്ന് വരുന്ന സന്ദേശങ്ങൾക്കാണ് ന്യൂസ് എന്ന വാക്ക് അതിൽ നിന്നാണ് വന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സന്ദേശ ന്യൂസ് അല്ല, ഗുഡ് ന്യൂസ് ആണ്. നല്ല സന്ദേശം. അത് ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് മനുഷ്യവർഗത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി അയച്ചു എന്നും ക്രിസ്തുവേശുവിനാൽ സകല മനുഷ്യർക്കും ലഭിക്കുന്ന നിത്യരക്ഷ, അതാണ് സുവിശേഷത്തിനകത്തുള്ളത്. സുവിശേഷം അത് നശിച്ചു പോകുന്നവർക്ക് പോഷത്വമാണ്. എന്നാൽ രക്ഷിക്കപ്പെടുന്ന നമുക്ക് ഏവർക്കും അത് ദൈവശക്തിയാണ്. സുവിശേഷം കൈക്കൊള്ളാതെ പോകുന്ന ആളുകളുണ്ട്. റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു, സുവിശേഷം അനുസരിക്കാത്തവർ, അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന സകലരുടെ അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിന്റെ ക്രോധം സ്വർഗത്തിൽ വെളിപ്പെട്ടു വരുന്നുവെന്ന് റോമാലേഖനത്തിൽ വായിക്കുന്നു. തെസലോനിക്ക ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് സുവിശേഷം അനുസരിക്കാത്തവർ കർത്താവിന്റെ സന്നിധാനവും തന്റെ വല്ലഭത്വത്തോടുകൂടിയ മഹത്വം വിട്ട് അകന്ന് നിത്യനാശമെന്ന ശിക്ഷാവധി അനുഭവിക്കും എന്ന് നമ്മൾ തെസലോനിക്ക ലേഖനത്തിലും വായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് കർത്താവിന്റെ വേല എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചിന്തിക്കുന്നത്. എന്താണ് കർത്താവിന്റെ വേല? ലോകത്തിലെ കർത്താവിന്റെ വേല എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഉദ്യോഗമാണ് കർത്താവിന്റെ വേല. നമ്മൾ ചിന്തിക്കും, ഇപ്പം സെമിനാരിയിൽ ജോയിൻ ചെയ്യാത്ത നമ്മുടെ 40 days പ്രയറിൽ അറ്റൻഡ് ചെയ്ത വാത്സല്യ സഹോദരി സഹോദരന്മാർ, ഇത്രയേ ഉള്ളൂ, ഈ 6 പോയിന്റ് അനി പറഞ്ഞു, അല്പനേരം സാബു ലീഡ് ചെയ്തു, ഇത്രയൊക്കെ ഉള്ളൂ ഇത്. നമ്മൾ കാര്യങ്ങളിലേക്ക് കയറുമ്പോഴാണ് ലോകത്തിൽ ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റി ഉള്ള കാര്യമാണ് കർത്താവിന്റെ വേല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഒരു രോഗി ഡോക്ടറിന്റെ അടുക്ക് വരുമ്പോൾ 5-10 മിനിറ്റ് ഇരിക്കുന്നു, കാര്യങ്ങൾ കേൾക്കുന്നു, അദ്ദേഹം ഒരു കുറിപ്പ് എഴുതി കൊടുക്കുന്നു.
അവർ പോകുന്നു, ഫാർമസി പോകുന്നു, വീട്ടിൽ മേടിച്ചോണ്ട് പോകുന്നു. നമ്മൾ ചിന്തിക്കുന്നത് എന്തോ ഡോക്ടർക്ക് എന്തോ പണിയാ, 3-4 പിന്നെ മെഡിസിൻ എഴുതി കൊടുത്തു, ഇത്രയല്ല പണി. പക്ഷേ അവര് പോയ 14 വർഷം അല്ലെങ്കിൽ 8 വർഷം അല്ലെങ്കിൽ 10 വർഷം അവരെത്രമാത്രം പഠിച്ച് മനസ്സിലാക്കിയിട്ടാണ് ആ ചെയറിൽ വന്നത് എന്നുള്ളത് അതുവഴി പോകുമ്പോൾ മാത്രമേ അറിയുള്ളൂ. MBBS എടുക്കണം, MD എടുക്കണം, MS എടുക്കണം, സ്പെഷ്യലൈസ് ചെയ്യണം, എന്തെല്ലാം കാര്യങ്ങളാണ് അതിന്റെ പുറകിലിരിക്കുന്നത്. അതുകൊണ്ട് സെമിനാരിയിൽ പഠിക്കുക എന്ന് പറയുന്നത് ക്രമീകൃതമായി വളരെ സിസ്റ്റമാറ്റിക്കലായിട്ട് ദൈവത്തിന്റെ വചനം പഠിക്കാനുള്ള ഒരവസരമാണ് സെമിനാരി പഠനം. ഓക്കെ, അതുകൊണ്ട് ഏറ്റവും വലിയ ഉദ്യോഗമാണ് കർത്താവിന്റെ വേല. ലോകത്തിലെ ഏറ്റവും വലിയ ഉദ്യോഗമാണ് എന്ത്? സുവിശേഷ വേല. ഉള്ളിൽ നിന്ന് പറഞ്ഞാട്ടെ, യെസ്, ലോകത്തിലെ ഏറ്റവും വലിയ ഉദ്യോഗം. പൗലോസ് പറയുന്നത് ദൈവം എനിക്ക് നൽകിയ ഉദ്യോഗപ്രകാരം. മറ്റൊരു ഭാഗത്ത് പറയുന്നു, അവൻ ഞങ്ങളെ വിശ്വസ്തരെന്നെണ്ണി സുവിശേഷം ഞങ്ങളെ പരമേൽപ്പിച്ചു. അതാണ് നമ്മൾ വിശ്വസ്തരായതുകൊണ്ടല്ല, നമ്മൾ വിശ്വസ്തനെന്ന് എണ്ണിയാണ് ദൈവം നമ്മളെ സുവിശേഷം പരമേൽപ്പിച്ചത്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ഉദ്യോഗം സുവിശേഷ വേലയാണ്. എന്നാൽ വീണ്ടും ജനിച്ച എല്ലാ മനുഷ്യരും സുവിശേഷീകരണത്തിൽ പങ്കാളികളാണ്. അതിനുവേണ്ടി ദൈവം വിളിച്ചത്. കർത്താവ് പറഞ്ഞത് പോയി വിശ്വാസികളെ ഉണ്ടാക്കാനാണ് പറഞ്ഞത്? അല്ല. മത്തായി 28:18 മുതൽ 20 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ യേശു അടുത്ത് ചെന്നിട്ട് അവരോട് പറയുകയാണ്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചത് ഒക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം. അപ്പം നല്ലതായിട്ട് പഠിപ്പിക്കുന്ന ഒരു അധ്യാപകന്റെ വിദ്യാർത്ഥി മാത്രമേ നന്നായി പഠിച്ച് മാർക്ക് മേടിക്കത്തു. അപ്പോൾ നിങ്ങളുടെ കീഴിൽ ദൈവം തരുന്ന കുഞ്ഞാടുകളെ വളരെ നന്നായിട്ട് ദൈവത്തിന്റെ വചനം അവരെ പഠിപ്പിക്കാൻ തയ്യാറാകണം. അത് സഹോദരിമാരാകട്ടെ സഹോദരന്മാരാകട്ടെ, നിങ്ങളുടെ മേലുള്ള നിയോഗം അനുസരിച്ച് എത്രയോ സഹോദരിമാര് 100 കണക്കിന് ആത്മാക്കളെ നേടിയിട്ടുള്ളവരുണ്ടെന്ന് അറിയാം. അതൊരു നിയോഗമാണ്, അതൊരു കൃപയാണ്. പ്രൈസ് ഗോഡ്. അപ്പോൾ ദൈവവചനം അവരോട് പങ്കുവയ്ക്കാനായിട്ട് നിങ്ങളെ ഓരോരുത്തരെയും കർത്താവ് വിളിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഉറപ്പായല്ലോ. അപ്പോൾ വീണ്ടും ജനിച്ച എല്ലാവരും അതിൽ പങ്കാളികളാണ്. ക്രിസ്തു നൽകിയ സമാധാനം, നോട്ട് ചെയ്യണം, ക്രിസ്തു നൽകിയ സമാധാനം, സന്തോഷം, നിത്യജീവൻ. എന്തൊക്കെയാണ് ക്രിസ്തു നമുക്ക് നൽകിയ സമാധാനം, സന്തോഷം, നിത്യജീവൻ? ഇത് 3 സൗജന്യമാണ്. ഇത് വിശ്വസിക്കുന്ന എല്ലാവർക്കും ലഭിക്കുമെന്ന സദ്വാർത്ത നന്ദിപൂർവം വീണ്ടും ജനനം പ്രാപിച്ചവർ ലോകത്തോട് അറിയിക്കുന്നു എന്നുള്ളതാണ്. സന്തോഷം, സമാധാനം, സന്തോഷം, നിത്യജീവൻ, ഇത് ക്രിസ്തു നൽകിയതാണ്. ഇത് വിശ്വസിക്കുന്ന ഏവർക്കും ലഭിക്കുമെന്നുള്ള ആ വാർത്ത ലോകത്തോട് അറിയിക്കുക എന്നുള്ളതാണ് സുവിശേഷത്തിനുള്ളിലുള്ള മനുഷ്യവർഗത്തിന്റെ ഏക രക്ഷകൻ ക്രിസ്തു മാത്രം. ആ നാമത്തിലൂടെ ലഭിക്കുന്ന സകലതും സൗജന്യം. എന്താണ് മനുഷ്യവർഗത്തിന്റെ ഏക രക്ഷകൻ? ക്രിസ്തു മാത്രം. ആ നാമത്തിലൂടെ ലഭിക്കുന്ന സകലതും സൗജന്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നത് യോഹന്നാൻ 3:16 തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കോണം ലോകത്തെ സ്നേഹിച്ചു. മറ്റൊരു ഭാഗത്ത് കാണുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴെ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവും ഇല്ല. അപ്പോൾ ജീവപുസ്തകത്തിൽ പേരുള്ളവർ ഈ ദൗത്യത്തിൽ സദാ വ്യാപൃതരാകുന്നു. കർത്താവിനെ സ്നേഹിച്ച് കർത്താവിനോടൊപ്പം ജീവിച്ച് കർത്താവിനോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും രക്ഷിക്കപ്പെടാത്ത ഒരാളെ കണ്ടാൽ മനസ്സിൽ തോന്നുന്ന വിചാരം എന്താണ്? കർത്താവെ, ഈ വ്യക്തിയും കുടുംബവും യേശുവിനെ അറിഞ്ഞിട്ടുള്ളതാണ്. ഒരു സ്റ്റേഡിയം കണ്ടാൽ ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടാണ്, അല്ലേ? ഒരു അത്ലറ്റിനെ നമ്മൾ എടുത്തു നോക്കിയാൽ അവർക്ക് തോന്നാവുന്നത് എന്താ? ഇത് ഓടാൻ കൊള്ളാം. ഒരു ക്രിക്കറ്റിന്റെ മാസ്റ്റർ കണ്ടാൽ ഇത് കളിക്കാൻ കൊള്ളാം, ഇത് പന്ത് തട്ടാൻ കൊള്ളാം. ഇങ്ങനെ പല അഭിപ്രായം മനസ്സിൽ ഓരോരുത്തർക്കും ഉണ്ടാകും. പക്ഷെ ഒരു ക്രൂസൈഡ് നടത്തുന്ന ആൾ അതുവഴി പോയാലോ?
പെട്ടെന്ന് മനസ്സിൽ തോന്നുന്ന എന്താ? ദൈവമേ, ഇതൊരു 1,00,000 പേർക്ക് ഇരിക്കാവുന്ന ഒരു ക്രൂസൈഡ് നടത്താൻ കാഴ്ചപ്പാടാണ് ഞാൻ പറഞ്ഞത്. ഇത് തന്നെയാണ് ഒരു ദൈവത്തിന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ഉൾക്കാഴ്ച. അപ്പോ ഇരുളിൽ നിന്നും വെളിച്ചത്തിൽ എത്തിയവർ ലോകത്തിന്റെ വെളിച്ചമായി ക്രിസ്തുവിൽ ശോഭിക്കുകയാണ്. ഇരുളിൽ നിന്ന് വെളിച്ചത്തിലെത്തിയവർ ക്രിസ്തുവിന്റെ വെളിച്ചമായി അത് ലോകത്തിൽ പ്രകാശിക്കുകയാണ്. അപ്പൊ യഥാർത്ഥ രക്ഷാനുഭവം ഉള്ളിലുള്ളവർക്ക് എപ്പോഴും ആത്മഭാരമുണ്ട്. രക്ഷിക്കപ്പെട്ട നാളിൽ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് കിട്ടിയ ഒരു ഏറ്റവും വലിയ വിശേഷമായൊരു കൃപ എന്താണ്? ആത്മഭാരം. നിങ്ങളിൽ പ്രിയ അനു പ്രാർത്ഥിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. അതെ, കർത്താവെ, ഞങ്ങളിലൂടെ ആത്മാക്കൾ ദൈവസന്നിധിയിൽ എത്തുവാൻ ഇടയാക്കണമേ എന്നുള്ള ആഴമായ മനസ്സിന്റെ ആഗ്രഹം. ഓക്കെ, ഇത് നമ്മളെ ഭരിക്കുന്നില്ലെങ്കിൽ നമ്മൾ തിരിച്ചറിഞ്ഞു കൊള്ളണം, രക്ഷയുടെ സന്തോഷം നമുക്ക് നഷ്ടപ്പെട്ടു. രക്ഷയുടെ സന്തോഷം നമ്മുടെ ഉള്ളിൽ സദാ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആത്മഭാരം കാണുകയുള്ളൂ. സഹോദരങ്ങളെ, ഇത് നമ്മൾ തിരിച്ചറിയണം. ഒരിക്കൽ ജീവിതം കുഴഞ്ഞു പോയപ്പോൾ ദാവീദ് 51 സങ്കീർത്തനം എഴുതി. തൻ്റെ കരച്ചിലിനിടയിൽ താൻ പറയുന്ന ഒരു കാര്യമുണ്ട്: നീ ഒടിച്ച അസ്ഥികൾ ഉല്ലസിക്കണം, അതുകൊണ്ട് രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. താൻ എത്ര പ്രാവശ്യം കഴുകാൻ ശ്രമിച്ചിട്ടും ജീവിതം ക്ലിയർ ആകാതെ വന്നപ്പോൾ താൻ ദൈവത്തോട് പറയുകയാണ്, എന്നെ നന്നായി കഴുകണമേ എന്ന്. നോക്കുക, തൻ്റെ ജീവിതം മുഴുവൻ അതെ ഒരു വഴിപോക്കൻ എന്നുള്ള ഉപമയാണ് നാഥാൻ പ്രവാചകൻ വന്ന് പറയുന്നു. നോക്കുക, അപ്പൊ തൻ്റെ ജീവിതത്തിൽ ആ ഒരു തെറ്റായ ഒരു തലത്തിലേക്ക് തൻ്റെ മനസ്സിൽ മോഹം ഉള്ളിൽ റൈസ് ചെയ്തപ്പോൾ അതിനെ ദൈവസന്നിധി കീഴടക്കി ജയിപ്പാൻ കഴിയാതെ പോയപ്പോൾ ദൈവം തനിക്ക് കുടുംബജീവിതം വെച്ചിട്ടുണ്ട്. പക്ഷേ ആ ഒരു തലത്തിലേക്ക് തൻ്റെ മനസ്സിനെ ചായാതെ തെറ്റായ വഴിയിലേക്ക് മനസ്സിനെ പിശാച് നയിച്ചപ്പോൾ അത് ദൈവത്തോടാണ് പാപം ചെയ്യുന്നത് എന്നുള്ള ഒരു ചിന്താഗതി ഉണ്ടാകേണ്ട സ്ഥാനത്ത് അതിന് സാധിക്കാതെ പോയി. താൻ രാജാവായതുകൊണ്ട് തിരുവായ്ക്ക് മറുവായൊന്നുമില്ല, തനിക്ക് എന്തും സാധിക്കും, ആരെയും എന്തും ചെയ്യാം, സ്ഥാനമാനങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ മേളിൽ വേറൊരാളില്ല എന്നൊക്കെ ഒരു തോന്നലാകാം ഒരുപക്ഷെ തന്നെ അത് ഭരിച്ചത്. പക്ഷേ ദൈവം ആണ് തന്നെ ആക്കിയത്. അതുകൊണ്ട് ദൈവം ഉടനടി തന്നോട് ഇടപെടാനിടയായി. അതുകൊണ്ട് ശ്രദ്ധിക്കുക, പാപികളെ അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് നയിക്കുവാനുള്ള ആ വലിയ ഭാരം നമ്മുടെ പ്രാണൻ പോകുന്നിടം വരെയും അല്ലെങ്കിൽ നമ്മുടെ കർത്താവ് നമ്മെ ചേർക്കുന്നിടം വരെയും ഓരോ ദൈവ പൈതലിലും സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. ആത്മഭാരം നിങ്ങളിൽ കുറഞ്ഞു പോയെങ്കിൽ ദൈവസനെ കരയണം, കർത്താവെ. കാരണം ആ ആത്മഭാരം നിങ്ങളിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ആത്മീയ ജീവിതം വളരെ തണുത്തുറഞ്ഞ് പിന്നെ പ്രെയർ ലൈഫ് കുറയും, വചനധ്യാനം കുറയും, ആത്മീയ കാര്യങ്ങളുടെ സംഭാഷണത്തിന്റെ തലം മാറും. പിന്നെ പെതുക്കെ കാണുന്നവരെ മുഴുവൻ കുറ്റം പറഞ്ഞ് നടക്കാനും ഇതൊന്നും ശരിയല്ല, കള്ളന്മാരാണ്, എന്തോ സഭയാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആളുകൾ സ്വയം ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ട്, നേരത്തെ സിസ്റ്റർ ആനി അതേ സന്ദേശം പറഞ്ഞതുപോലെ ഇങ്ങനെ പെതുക്കെ മ്ലേച്ഛതയിലേക്ക് അറിയാതെ ദൈവകൃപയിൽ നിന്നൊക്കെ അന്യപ്പെട്ടു പോകാൻ സാധ്യത വരും. അത് നിങ്ങൾ വളരെ സൂക്ഷിക്കണം. അപ്പോൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും വലിയ ഉദ്യോഗമാണ് കർത്താവിന്റെ മേൽ. പൗലോസ് ഇങ്ങനെ പറഞ്ഞു, സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. ഓക്കെ, നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. നിങ്ങൾ റോമ ലേഖനത്തിലേക്ക് വരുമ്പോൾ പോൾ പറയുന്ന ചില വാക്കുകൾ നിങ്ങൾ വരയിടണം. താൻ പറയുന്നത് ഇങ്ങനെയാണ്, 1-ാമത്തെ അധ്യായം അതിന്റെ 15-16 വാക്യങ്ങളിൽ: അങ്ങനെ റോമയിലുള്ള നിങ്ങളോടും സുവിശേഷം അറിയിപ്പാൻ എന്നാൽ ആവോളം ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. നോക്കുക, അവിടെ ഐ പ്രിപ്പയർഡ് എന്നുള്ള വാക്കാണ് എഴുതിയിരിക്കുന്നത്, അത് നിങ്ങൾ അണ്ടർലൈൻ ചെയ്യണം. രണ്ടാമത് പറയുന്നു, സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. ഐ എം നോട്ട് അഷെയിംഡ് ദ ഗോസ്പൽ. ഞാൻ സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. പിന്നെ യവനനും അത് താൻ പറയുന്നു, അതിന്റെ 14-ാം വാക്യം കൂടെ ശ്രദ്ധിച്ചാൽ, യവനന്മാർക്കും ബർബരന്മാർക്കും ജ്ഞാനികൾക്കും ബുദ്ധിഹീനർക്കും ഞാൻ കടക്കാരനാകുന്നു. ഐ ആം ഡെപ്റ്റ്. ഒന്ന്, താൻ കടക്കാരനാകുന്നു. 2,
താൻ ഒരുങ്ങിയിരിക്കുന്നു. 3, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. ആ 3 സന്ദേശം നിങ്ങൾ 1 by 1 ആയിട്ടൊന്ന് എഴുതിയാട്ടെ, നിങ്ങളുടെ നോട്ട് ബുക്കിനായിട്ട് ഒന്ന് കുറിച്ചാട്ടെ. എന്താണ്? ഞാൻ കടക്കാരൻ ആകുന്നു. 2, ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. എങ്ങനെ? ആവോളം ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. ആ വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ്. ഞാൻ ആവോളം ഒരുങ്ങിയിരിക്കുന്നു. ഐ എം പ്രിപ്പയർഡ്. സ്തോത്രം. 3 പറയുന്നത് സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. അപ്പോൾ 1, കടക്കാരൻ. 2, ഒരുങ്ങിയിരിക്കുന്നു. 3, എനിക്ക് ലജ്ജയില്ല. സ്തോത്രം. സഹോദരങ്ങളെ, ഒരു ദൈവ പൈതൽ എന്ന് പബ്ലിക്കിന്റെ മുമ്പിൽ പറയുന്നതിനും അതിന് സാക്ഷിയായി നിൽക്കുന്നതിനും നമ്മൾ ഒരിക്കലും ലജ്ജിക്കരുത്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ താൻ പറയുകയാണ്, സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം എന്ന് മറ്റൊരു ഭാഗത്ത് പറയുന്നു. ഒരാൾ അയ്യം വിളിക്കുന്ന എപ്പോഴാണ്? പെയിൻ കൂടുമ്പോഴല്ലേ നിലവിളിക്കുന്നത്. അപ്പോൾ എന്താ? നശിച്ചു പോകുന്ന ആത്മാക്കളെ കുറിച്ചുള്ള വലിയ വേദന നമ്മുടെ മനസ്സിൽ അലട്ടുമ്പോഴാണ്. ഞാൻ ചില സമയത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ദൈവമേ എനിക്ക് ആത്മാക്കളെ തരുന്നില്ല, എന്നെ അങ്ങ് വിളിച്ചോണേന്ന് ഞാൻ ഒത്തിരി വട്ടം പ്രാർത്ഥിച്ചിട്ടുണ്ട്. കാരണം എന്നെ സംബന്ധിച്ച് സുവിശേഷം പങ്കുവയ്ക്കാത്ത ദിവസം എൻ്റെ ജീവിതത്തിന്റെ നരക ദിവസമായി ഞാൻ കാണാറുണ്ട്. ഇപ്പോൾ ശിഷ്യത്വ പരിശീലനം കൊടുക്കുക എന്നുള്ള ആ ഒരു വലിയ ദൗത്യം ഫലമേൽപ്പിച്ചിരിക്കുന്നുണ്ട്. രാവും പകലും അതിൽ തന്നെ ആയിരിക്കുന്നു. ഓരോ ക്ലാസ്സുകളിലും നിങ്ങളിൽ എന്തെങ്കിലുമൊക്കെ അതേ കാഴ്ചപ്പാടുകളോ ജീവിതമാറ്റങ്ങളോ അതേ ദൈവത്തോട് അടുത്ത് ജീവിക്കുന്നതിനൊക്കെ നിങ്ങൾക്ക് ആ ഒരു വലിയ ഹേമവും നിർബന്ധവും പ്രേരണയും ഒക്കെ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് അറിയുന്നതിലും ഞാൻ ദൈവത്തിന് നന്ദി അറിയിക്കുന്നു. പറയുന്നു, ഓക്കെ, സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. പിന്നെ താൻ പറയുന്നത്, കേട്ടിട്ടില്ലാത്തവർക്ക് ഞാൻ കടക്കാരനാണ്. അതെന്താ കടക്കാരൻ? ഇപ്പൊ ഞാനിപ്പോ സാബു ബ്രദറിന്റെ 2 ലക്ഷം രൂപ ഏൽപ്പിച്ചിട്ട് പറയുകയാണ്, എൽസയ്ക്ക് കൊടുത്തേക്കണം, കാനഡയിൽ വരുമ്പോ എൽസയ്ക്ക് കൊടുത്തേക്കണം. ഓക്കെ, ഞാൻ കൊടുത്തിട്ടൊന്നുമില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ സാബു ബ്രദർ അത് മേടിച്ചു. ഞാൻ കാനഡയിൽ ചെന്നപ്പോൾ അത് കൊടുത്തു. 2 മാസം കഴിയുമ്പോൾ നമ്മുടെ എൽസ അവിടെ വരുന്നുണ്ട്, ജേക്കബ് വരുന്നുണ്ട്, കൊടുത്തേക്കണം. ഓക്കെ, ഒരു 8 മാസമായിട്ടും എൽസ അവിടെ വന്നിട്ട് പോയി. പക്ഷെ സാബു കൊടുത്തില്ല. സാബുന്റെ കയ്യിലുണ്ട്. ഇപ്പോൾ സാബു 2 പേർക്ക് കടക്കാരനാണ്. ആർക്ക്? ഷാജി മാത്യുവിന് കടക്കാരനാണ്, എൽസയ്ക്കും കടക്കാരനാണ്. റൈറ്റ്? ഇത് തന്നെയാണ് പോൾ പറയുന്ന. ഇതാണ് എന്താണ്? ഞാൻ കടക്കാരനാകുന്നു. ദൈവം എന്നെ പരമേൽപ്പിച്ചിരിക്കുകയാണ്. ഗോസ്പൽ. സ്തോത്രം. ആമേ. ഗോ ആൻഡ് സ്പെൽ എന്ന 2 വാക്കിൽ നിന്നാണ് ഗോസ്പൽ വന്നത്. സ്തോത്രം. പോയി പറയുക എന്നർത്ഥം. സ്തോത്രം. അപ്പോൾ ഇത് പൗലോസ് പറയുന്നു, ഞങ്ങളെ പരമേൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഇത് നമ്മൾ അർഹതപ്പെട്ടവർക്ക് കൊടുക്കാത്തിടത്തോളം കാലം പൗലോസ് പറയാണ്, ഞാൻ ജ്ഞാനികൾക്കും ബുദ്ധിഹീനർക്കും യവനന്മാർക്കും ബർബരന്മാർക്കും ബാർബാരിയൻസ് ഇവർക്കെല്ലാം ഞാൻ കടക്കാരനാണ്. നോക്കുക, തൻ്റെ ഉള്ളിൽ. ഞാൻ സത്യം പറഞ്ഞ ഇവിടെ ഇപ്പൊ താമസിക്കുന്നെങ്കിലും എൻ്റെ മനസ്സങ്ങ് വെപ്രാളപ്പെട്ട് എൻ്റെ ഉള്ളിൽ നിയോഗം ജപിച്ച പല രാജ്യത്തേക്ക് പോകാൻ എൻ്റെ മനസ്സങ്ങ് വെപ്രാളപ്പെട്ടിരിക്കുന്ന ഒരു ടൈമാണ്. പ്രൈസ് ഗോഡ്. അപ്പോൾ ഈ ദിവസങ്ങളിൽ കണ്ടിന്യൂലി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ വാക്യങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ കൂടുതൽ ആത്മഭാരത്തിലേക്ക് നമ്മെ നയിക്കുകയല്ലേ? സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. ആ ഒരു പെയിൻ നിങ്ങൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഇല്ലെങ്കിൽ നിങ്ങൾ എന്നെ സന്തോഷിപ്പിക്കാനൊന്നും പറയണ്ട. നിങ്ങൾ വീഡിയോ ഓൺ ചെയ്യാൻ കഴിയാവുന്നവർക്ക് വീഡിയോ ഓൺ ചെയ്താൽ സന്തോഷം. നിങ്ങളുടെ മുഖം കാണട്ടെ. റേഡിയോ പ്രഭാഷണം പോലെ ആകണ്ടല്ലോ. ഓക്കെ, സ്തോത്രം. അപ്പോൾ എനിക്ക് സുവിശേഷം അറിയിക്കുന്നില്ല, അയ്യോ കഷ്ടം. എനിക്ക് ഗോസ്പൽ ഷെയർ ചെയ്തില്ലെങ്കിൽ എനിക്കൊരു പെയിൻ ഉണ്ട്. അങ്ങനെ ഫീൽ ചെയ്യുന്നവരുണ്ടോ? യെസ്, ആനി. ഓക്കെ, ഇല്ല, സാബുണ്ട്. ഓക്കെ, ഗോസ്പൽ ഷെയർ ചെയ്തില്ലെങ്കിൽ എനിക്കൊരു പെയിൻ ഉണ്ട്. അല്ലെങ്കിൽ എനിക്കൊരു ആത്മഭാരം ദൈവം തന്നിട്ടുണ്ട്. എനിക്ക് ആത്മാക്കളെ ദൈവത്തിനു വേണ്ടി നേടണം.
അങ്ങനെ ഒരു ബേർഡൻ ദൈവം എൻ്റെ ഉള്ളിൽ തന്നിട്ടുണ്ട്. യെസ്, നിങ്ങൾക്ക് വീഡിയോ ഓൺ ചെയ്യാൻ കഴിയാത്തവർക്ക് തമ്പ് കാണിക്കാം. യെസ്, നിങ്ങൾക്കൊരു സിമ്പിൾ കാണിക്കാം. ഇഫ് എനി ഇഷ്യൂസ് നിങ്ങളുടെ അവിടെ ഉണ്ടെങ്കിൽ ഞാനത് കാണട്ടെ. കാരണം നമ്മൾ ഈ ദിവസങ്ങളിലെ ക്ലാസ്സുകളിൽ സ്പെഷ്യലൈസ് ചെയ്ത് പോകേണ്ടിയിരിക്കും. അങ്ങനെ ബേർഡൻ ഉള്ളവർക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അങ്ങനെ ബേർഡൻ നിങ്ങൾക്കുണ്ടോ? യെസ്, എനിവൺ? കാരണം ഇത് നമ്മള് 40 days പോലുള്ള ഒരു പ്രയർ അല്ല ഇപ്പോൾ നടക്കുന്നത്. ആളുകളെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഒരുക്കുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി കോളിംഗ് ഉള്ളവർക്ക് മാത്രമേ ഈ ക്ലാസ് കൂടുതൽ പ്രയോജനം വരികയുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോറിംഗ് അടിക്കും. കാരണം നമ്മൾ 40 days പ്രയർ വേറൊരു ലെവലായിരുന്നു, ഇത് നമ്മൾ പരിശീലനം കൂടെയാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ആത്മഭാരം നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ഓർത്തു കൊള്ളണം, നിങ്ങളിൽ ശരിയായ നിലയിൽ വീണ്ടും ജനനം നടന്നിട്ടില്ല. മേ ബി യു ആർ ബോൺ അഗൈൻ ഇൻ ദ പെന്റിക്കോസ്റ്റൽ ഫാമിലി. നത്തിങ് റോങ്, അതൊന്നും ഒരു കുറ്റമായിട്ട് കാണാം. പക്ഷേ കർത്താവുമായിട്ട് ഒരു എൻകൗണ്ടർ വന്നു കഴിയുമ്പോൾ മാത്രമേ യേശുവുമായിട്ടുള്ള ഒരു ഇന്റിമസി നിങ്ങളിൽ സ്റ്റാർട്ടപ്പ് ആകത്തുള്ളൂ. അതുവരെയും ക്രൈസ്റ്റ് സെന്റേർഡ് ആയിട്ടുള്ള ഒരു ജീവിതം നിങ്ങൾക്കുണ്ടാകില്ല. റെഗുലറായിട്ട് നിങ്ങൾ ചർച്ചിൽ പോകുന്ന ആളായിരിക്കാം, ആക്ടിവിറ്റീസിലുള്ള ആളായിരിക്കും, ടൈത്ത് കൊടുക്കുന്ന ആളായിരിക്കും, പാസ്റ്റർക്ക് നിങ്ങൾ എത്രയും നല്ല സഹോദരനും സഹോദരിയായിരിക്കും, ഓർഗനൈസേഷൻ നല്ല ആളായിരിക്കും. പക്ഷെ നിങ്ങളിൽ ആത്മഭാരം ഇല്ലെങ്കിൽ നിങ്ങളിൽ വീണ്ടും ജനം നടന്നിട്ടില്ല. ഇതൊരു മിസ്റ്ററിയാണ്. എങ്ങനെ മനസ്സിലാക്കാം? പത്രോസ് പറയുന്നു, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം. പ്രൊക്ലൈം ദ ഗുഡ്നെസ് ഓഫ് ജീസസ്. യേശുക്രിസ്തുവിന്റെ ഗുണവിശേഷങ്ങൾ ലോകത്തോട് അറിയിക്കേണ്ടതിന് വേണ്ടിയാണ് നിങ്ങളെ ഡാർക്ക്നെസ്സിൽ നിന്ന് ലൈറ്റിലേക്ക് കൊണ്ടുവന്നത്, ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നത്. അപ്പൊ നമ്മൾ എവിടെയായിരുന്നു? എത്ര വലിയ സ്ട്രോങ് ട്രഡീഷനിലാണേലും കർത്താവ് പറയുന്നു, ഓക്കെ, നിന്റെ പാരമ്പര്യമൊക്കെ ഞാൻ കേട്ടു, പക്ഷെ നീ എവിടെയായിരുന്നു എന്നറിയാമോ? ഇരുളിലായിരുന്നു. ഇരുളിലായിരുമ്പോ ഇരുട്ടിന്റെ അധികാരത്തിലായിരുന്നു. അപ്പൊ പ്രവർത്തനങ്ങളെല്ലാം ഇരുട്ടിന്റെ പ്രവർത്തനങ്ങളായിരുന്നു. അപ്പോൾ വർക്ക് ഓഫ് ദ ഡെവിളിലായിരുന്നു, അതോറിറ്റി ഓഫ് ദ ഡെവിളിലായിരുന്നു, ഡാർക്ക്നെസ്സിലെ അനുഭവത്തിലായിരുന്നു. അതിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു അനുഭവത്തിലേക്ക് കർത്താവ് കൊണ്ടുവന്നു, വെളിച്ചത്തിലേക്ക് കർത്താവ് കൊണ്ടുവരാൻ. എന്തിന്? വിളിച്ചവന്റെ സൽഗുണം ഘോഷിപ്പാൻ. വാ തുറന്നാൽ വരുന്നത് വചനമായിരിക്കണം. അമ്മേ, ഒരാളെ കിട്ടിയാൽ കർത്താവ് നിന്നെ സ്നേഹിക്കുന്നത് പറയാം. ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവരോട് പറയാം, റിലീജിയൻ പലയിടത്തും പറയാൻ പറ്റത്തില്ലായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് ഒരാഴ്ച ഒരു പേഷ്യന്റിനെ നോക്കാൻ അല്ലെങ്കിൽ കെയർ ഹോമിൽ നോക്കാൻ കണ്ടിന്യൂസ് ആയിട്ട് അവസരം കിട്ടുന്നെങ്കിൽ നിങ്ങൾ സ്നേഹിച്ച്, ആമേൻ, അതെ, അവരെ ഒന്ന് അവർക്ക് ആ കെയർ കൊടുക്കുന്ന സമയത്ത് ആ സ്നേഹത്തോടെ അവരെ ഒന്ന് എൻകറേജ് ചെയ്ത്, നിങ്ങൾക്ക് തന്നിട്ടുണ്ടല്ലോ ജീസസ് വിൽ മേക്ക് എ വേ വേർ ദർ ഈസ് നോ വേ എന്നുള്ള ആ ട്രാക്റ്റിനകത്ത് 51 മെസ്സേജ് കിടപ്പുണ്ട്. അത് നിങ്ങൾ കഴിവതും ബൈഹാർട്ട് ചെയ്യാനായിട്ട് ശ്രമം നടത്തിയാൽ ഇൻസ്പിറേഷൻ ഉള്ള വാക്ക് അതിനകത്ത് 51 സ്ഥലങ്ങളിൽ ജീസസ് എന്നുള്ള വേർഡ് തന്നെ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഷെയർ ചെയ്യുക. കർത്താവ് ആശ്വസിപ്പിക്കുന്ന വാക്കുകൾ നിങ്ങൾ പറയുമ്പോൾ അവരിൽ വിശ്വാസം ജനറേറ്റ് ചെയ്യാൻ തുടങ്ങും. നിങ്ങൾക്കറിയാലോ, ഒരു നേഴ്സാണ് ലോകത്തിലെ ഏറ്റവും വലിയ ചർച്ചിന്റെ പാസ്റ്ററായ പോൾ യോങ്ങിച്ചോയെ ക്രിസ്തുവിലേക്ക് നയിച്ചത്. ഒരു നേഴ്സാണ് ലോകത്തിലെ ഏറ്റവും വലിയ ചർച്ചിന്റെ പാസ്റ്ററെ നേടിയത്. ഒരു പാസ്റ്റർ അല്ല, ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു സാധാ നേഴ്സാണ്. അതുകൊണ്ട് നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് ദൈവത്തിന് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യം കൂടെ ഞാൻ ഹമ്പിളായിട്ട് നിങ്ങളെ ഓർപ്പിക്കട്ടെ. അതുകൊണ്ട് അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണം ഘോഷിപ്പാനാ വിളിച്ചത്. അതിനാ തെരഞ്ഞെടുക്കപ്പെട്ടത്. അവരാണ് രാജകീയ പുരോഹിത വർഗം, അതാണ് വിശുദ്ധ വംശം, അതാണ് സ്വന്തം ജനം. ക്വസ്റ്റ്യൻ, എത്രയോ 10,000-കണക്കിന് സഭകളുണ്ട്, എന്തേ ഔട്ട്റീച്ച് നടക്കുന്നില്ല? മോർച്ചറി ചർച്ച് ആയിപ്പോയി അല്ലെ? ഡെഡ് ചർച്ച്. റൊട്ടീൻ പ്രോഗ്രാം ഈസ് ഗോയിങ് ഓൺ. എല്ലാം പെർഫോമൻസ് ആയിട്ട് നടക്കുന്നുണ്ട്, പക്ഷെ പുതിയ ആത്മാക്കൾ ചർച്ചയിൽ വരുന്നില്ല, പുതിയ ആത്മാക്കൾ ദൈവസന്നിധിയിൽ വരുന്നില്ല. എന്തുകൊണ്ട്? രക്ഷയുടെ സന്തോഷം, രക്ഷകനിലുള്ള ആനന്ദം
ഗ്രേറ്റ് കമ്മീഷനിൽ നിന്ന് അവര് ട്രാക്ക് മാറിപ്പോയി. കമ്പനി പോലെ, ഇൻഡസ്ട്രിയൽ ഏരിയ പോലെ ചർച്ച ആയി കഴിയുന്നു. അവർക്ക് കുറെ ആക്ടിവിറ്റീസും പ്രോഗ്രാം മാത്രം. But they are not much bothered about the perishing souls. നശിച്ചു പോകുന്ന ആത്മാക്കളെ കുറിച്ചുള്ള ബേർഡൻ അവർക്ക്. ഈ എൻഡ് ടൈമിൽ താഴ്മയോട് നിങ്ങളോട് പറയാം, ഈ ഓൺലൈൻ മീറ്റിംഗിൽ സംബന്ധിക്കുന്ന നിങ്ങളിൽ ഓരോരുത്തരും നിങ്ങൾ കംഫർട്ടായി ഉറങ്ങുന്നെങ്കിൽ നിങ്ങൾ അപകടത്തിലായിരിക്കും. പക്ഷേ ഈ ദിവസങ്ങളിൽ ആത്മഭാരം നിങ്ങളെ അലട്ടുന്നു. നശിച്ചുപോകുന്ന ആത്മാക്കളെ കുറിച്ചുള്ള വേദന, നിങ്ങളെ കാർന്ന് തിന്നുന്നെങ്കിൽ കർത്താവുമായി നിങ്ങൾക്ക് ഒരു സാഹിത്യമുണ്ടെന്ന്. You have a very good intimacy with Jesus. ദൈവം എന്തിനാ നിങ്ങൾക്ക് ഈ ആയുസ് തന്നു? ദൈവം നിങ്ങൾക്ക് എന്തിനാ ഈ ആരോഗ്യം തന്നു? ദൈവം നിങ്ങൾക്ക് എന്തിനാ നല്ല ജോലി തന്നത്? നിങ്ങൾക്ക് എന്തിനാ നല്ല വരുമാനം തന്നത്? നിങ്ങൾക്ക് എന്തിനാ നല്ല ജീവിത പങ്കാളി തന്നത്? ദൈവം എന്തിനാ നിങ്ങൾക്ക് മക്കളെ തന്നത്? ദൈവം നിങ്ങളെ ഒരു സ്ഥലത്ത് കൊണ്ടാക്കി എന്തിനാ? തിന്നു കുടിച്ച് ജീവിച്ച് സൂചിച്ച് മരിക്കാനോ? ലോക മനുഷ്യരും അതല്ലേ ചെയ്യുന്നത്. പക്ഷേ our master, he paid maximum price for your salvation. God, last drop of his blood, ഇനി രക്തം ഇതിൽ ഇല്ല എന്ന് കർത്താവ് കാൽവറിയിൽ പടയാളികൾ കുന്തം കൊണ്ട് കുത്തിയപ്പോൾ അതിൽ നിന്ന് കണ്ടു. എന്നെ വന്ന് വെള്ളം കൂടെ വന്നത് തീർന്നു. ലാസ്റ്റ് ഡ്രോപ്പ് ഓഫ് ബ്ലഡ്. അതുകൊണ്ട് ഇന്ന് രാത്രി ക്ലാസ് കേൾക്കുമ്പോൾ പ്രായോഗിക സുവിശേഷീകരണത്തെ കുറിച്ചുള്ള ഈ ഓറിയന്റേഷൻ ക്ലാസ് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഒരു വലിയ ഭാരം നിങ്ങളെ അലട്ടും. കർത്താവേ, ഞാൻ സെമിനാരിയിലായിരിക്കുമ്പോൾ, കാത്തലിക് സെമിനാരിയിലായിരിക്കുന്ന സമയത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവേ, ഒരാളെങ്കിലും ക്രിസ്ത്യാനിയായിട്ട് ഒരു ക്രിസ്ത്യാനിയാക്കി മാറ്റിയിട്ട് മരിക്കാനിടയാക്കണം. അന്ന് അങ്ങനെ പ്രാർത്ഥിക്കാൻ അറിയത്തുള്ളൂ. കാരണം ആത്മാക്കളെ നേടുന്നതിനെ കുറിച്ചോ ഈ ഒരു അനുഭവത്തെ കുറിച്ചോ ഗോസ്പൽ ത്രൂ നമുക്ക് കിട്ടുന്ന ആ വെളിച്ചം ഒന്നും നമുക്ക് അന്ന് അറിയില്ല. പക്ഷെ അനേക ആത്മാക്കളെ കണ്ട് സന്തോഷിപ്പാൻ സാധിച്ചു. അപ്പൊ അതുകൊണ്ട് എനിക്ക് താഴ്മയോട് നിങ്ങൾ പറയാനുള്ളത്, നിങ്ങളുടെ ഉള്ളം ആത്മഭാരം കൊണ്ട് നിറയട്ടെ. നിങ്ങളിൽ ആത്മഭാരം ഉണ്ടായാലുള്ള ഗുണം എന്താണെന്നറിയും? നിങ്ങൾ ദൈവം വെറുക്കുന്നതിനെല്ലാം നിങ്ങൾ വെറുക്കാറുണ്ട്. ആത്മഭാരം ഉണ്ടാകുന്നവന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ദൈവം വെറുക്കുന്നതിനെല്ലാം നിങ്ങൾ വെറുക്കും. ദൈവം സ്നേഹിക്കുന്നതിനെ നിങ്ങൾ സ്നേഹിക്കും. ദൈവം യെസ് പറയുന്നതിനോട് നിങ്ങൾ യെസ് പറയും. ദൈവം നോ പറയുന്നതിനോട് നിങ്ങൾ നോ പറയും. You will get a quality Christian life. നാം നമ്മുടെ ക്ലാസ്സുകളിലെല്ലാം പ്രയോറിറ്റി നൽകുന്നത് ചുമ്മാ ഒരു പ്രസംഗവും ചുമ്മാതൊരു മീറ്റിംഗും അല്ല. പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫ് പ്രീച്ച് ചെയ്യുന്നതിനേക്കാൾ ഉപരിയായി ക്രിസ്തുവിന് വേണ്ടി ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ ജീവിക്കുക. ഇതാണ് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നത്. നല്ല വൈഫായിരിക്കുക, നല്ല മമ്മയായിരിക്കുക, നല്ല ഫെയ്ത്ത്ഫുൾ വൈഫായിരിക്കുക, നല്ല ഫെയ്ത്ത്ഫുൾ ഹസ്ബൻഡ് ആയിരിക്കുക, നല്ല ഫെയ്ത്ത്ഫുൾ ഡാഡി ആയിരിക്കുക, നല്ല ഫെയ്ത്ത്ഫുൾ ഗ്രാൻഡ് പ ആയിരിക്കുക, നല്ല ഫെയ്ത്ത്ഫുൾ ഗ്രാൻഡ് മ ആയിരിക്കുക. പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫിനെ കുറിച്ച് പല സന്ദർഭങ്ങളിൽ മെസ്സേജുകളുടെ ഇടയ്ക്ക് ഒരിക്കലും നിങ്ങളുടെ മരുമകൾ എൻ്റെ അമ്മായിയും ഒരു ശാപമാണെന്ന് പറയാൻ ഒരിക്കലും ഇടവരും. സ്വാഭാവികമായി പെൺമക്കളോട് അമ്മമാർക്ക് അറ്റാച്ച്ഡ് കൂടുതലാണ്. പക്ഷേ അന്യദേശത്ത് കിടക്കുന്ന മോൾ ഒരിക്കലും നിങ്ങളുടെ മരണസമയത്ത് തുള്ളി വെള്ളം നിങ്ങൾക്ക് തരത്തില്ല. കാശിച്ചില്ല. പക്ഷെ കുറവുണ്ടെങ്കിലും കുറ്റമുണ്ടെങ്കിലും പോരായ്മയുണ്ടെങ്കിലും മോളത്ര ഒക്കുന്നില്ലെങ്കിലും മരുമോളെ ഹൃദയത്തിൽ 1-ാം സ്ഥാനം ദൈവം കഴിഞ്ഞാൽ കൊടുക്കണം. സ്തോത്രം. സ്നേഹിക്കണം. അവളുടെ പോരായ്മ ഒരു മനുഷ്യനോട് വിളിച്ചു പറയുന്നു. അവളെ ചേർത്ത് പിടിക്കണം. നവോമിയുടെ പരിജ്ഞാനത്തോടുകൂടിയുള്ള സമീപനമല്ലേ ഒരു രൂത്ത്
അവളുടെ ദൈവത്തെ മുറുകെ പിടിക്കാനും കാണാനും നിന്റെ ദൈവം എൻ്റെ ദൈവം എന്ന് പറയാനും ഇടയായി തീർന്നു. എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റോളാണ് അമ്മായിമ്മ എന്ന സ്ഥാനത്ത് നിന്ന് ആ നവോമി എങ്ങനെ കഴിയും? മോൻ മരിച്ചുപോയില്ലേ? മഗ്ദോനും കില്യോനും മരിച്ചുപോയില്ലേ? എലിമേലേക്ക് മരിച്ചുപോയില്ലേ? ഇനി എന്താ ഉള്ള പ്രത്യാശ? എന്താ പ്രതീക്ഷ? അന്യജാതിക്കാരത്തിയാണ്. സ്വന്തം അപ്പനാൽ ഗർഭം ധരിച്ച് പ്രസവിച്ച ലോത്തിന്റെ മക്കളിൽ നിന്ന് ഉണ്ടായതാണ് അമ്മോന്യരും മോവാബ്യരും. അവർക്ക് അവിടെ ആലയത്തിൽ പോലും കയറാൻ അനുവാദമില്ല. പക്ഷെ ആ ജാതിയെ പെൺകുട്ടിയെ കർത്താവിൽ അക്സെപ്റ്റ് ചെയ്തോണം. അവളിഞ്ഞ് ചേർത്തിഞ്ഞ് പിടിച്ചു. ബോവസിന്റെ വയലിൽ അവൾ വന്നു. കതിര് പറക്കിയവർ ഇന്നത്തേതിൽ ബോവസിന്റെ ഭാര്യയായി മാറി. യേശുക്രിസ്തുവിന്റെ വംശാവലിക്കകത്ത് കയറിയില്ലേ? വെരി വണ്ടർഫുൾ ഗ്രാൻഡ് വണ്ടർഫുൾ മദർ. നല്ല അമ്മായിയായിരിക്കും, നല്ല വല്യമ്മച്ചയായിരിക്കും. അതുകൊണ്ട് ആത്മഭാരം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കുഞ്ഞുങ്ങളുടെ ആയാലും ഭർത്താവിന്റെ ആയാലും ഭാര്യയുടെ ആണെങ്കിലും എന്ത് മിസ്റ്റേക്ക് കണ്ടാലും നിങ്ങളുടെ ചർച്ചിന്റെ പാസ്റ്ററിനോട് അത് ഷെയർ ചെയ്യണം. ചർച്ചിലെ ബിലീവേഴ്സിനോട് അത് ഷെയർ ചെയ്യണം. നിങ്ങളുടെ ഒരു മനുഷ്യനോടും ഷെയർ ചെയ്യണം. നിങ്ങൾ കർത്താവിന്റെ സന്നദ്ധിയിൽ സ്നേഹിച്ച് അംഗീകരിച്ച് മനസ്സിലാക്കി ചേർത്ത് പിടിച്ച് അടുത്ത പാപത്തിലേക്ക് അവർ വീഴാതിരിപ്പാൻ ദൈവസ്നേഹം കൊണ്ട് നിങ്ങൾ അവരെ കവർ ചെയ്യണം. സ്തോത്രം. ഒരു വീട് നശിപ്പിക്കാനും നന്നാക്കാനും ഒരു സ്ത്രീക്ക് പറ്റും. സ്തോത്രം. ഒരു സ്ത്രീയുടെ ശബ്ദം സ്വരം മാറിയാൽ അവിടെ തകരും. എവിടെ അമ്മമാരാണ് മക്കളെ ചേർത്ത് പിടിക്കുന്നത്. ഞാൻ സന്ദേശത്തിൽ നിന്ന് മാറിയിട്ടില്ല, പക്ഷേ ഇതെല്ലാം അഴിച്ചുപണി നടത്തിയെങ്കിൽ നമുക്കൊരു നല്ല ലൈഫ് കിട്ടത്തുള്ളൂ. പൊട്ടിത്തെറിക്കുന്ന ഒരു ഭാര്യയാണെങ്കിൽ ആ കുടുംബ ബന്ധം പിളർന്നു പോകും. പൊട്ടിത്തെറിക്കുന്ന ഒരു അമ്മയുടെ മക്കൾക്ക് ഒരിക്കലും ഫ്യൂച്ചറിൽ ഒരു നല്ല ഫാമിലി ലൈഫ് ഉണ്ടാകുകയില്ല. കാരണം ജനറ്റിക് ഇഷ്യൂസ് അവരിൽ ഉണ്ടാവും. സ്തോത്രം. എന്താണ്? അമ്മ കോപിക്കുന്ന ആളാണ്, അതുകൊണ്ട് മോളും കോപിക്കും. സ്തോത്രം. എന്റെ വല്യമ്മച്ചിയോട് ഒരിക്കൽ ഞാൻ പറഞ്ഞു, അമ്മച്ചി മീൻകറിക്ക് എന്തോ ഒരു രുചിയാ അമ്മച്ചി. അപ്പൊ അമ്മച്ചി എന്നോട് പറഞ്ഞെന്താ പറയാ, മോനെ നിന്റെ വല്യപ്പച്ച 3 പ്രാവശ്യം മീൻകറി ചട്ടിയോട് എടുത്തിന്റെ തലയെ കമത്തിയതാണ്. കാരണം അപ്പച്ചനെ രുചി പിടിക്കാൻ പിന്നെ എങ്ങനെയാ മോനെ രുചി ഇല്ലായിരിക്കുന്നത് എന്ന് ചട്ടി എടുക്കുന്നതിന് മുമ്പ് ഭർത്താക്കന്മാരെ കറിച്ചട്ടിയിലാക്കുന്ന കാലമാണ്. ഓ, ഈ പറഞ്ഞു വന്ന കാര്യം, നമ്മുടെ സമീപനം സഹനത്തോടുകൂടിയാണ്. നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം ഇച്ചിരി കയ്പുള്ളതാണെങ്കിൽ നെല്ലിക്ക പോലെ ഇരിക്കും. ഇച്ചിരി കയ്പാണെങ്കിൽ പിന്നീട് ലൈഫിലേക്ക് അവർ രുചിച്ചു കഴിയുമ്പോൾ പറയും, യെസ്, എന്റെ പ്രിയപ്പെട്ടവർക്ക് തുല്യം വേറൊരാളില്ല. എന്റെ പ്രിയപ്പെട്ടവന് തുല്യം വേറൊരാളില്ല. എന്റെ അമ്മച്ചിക്ക് തുല്യം വേറൊരാളില്ല. കൊച്ചുമക്കളുടെ കുറ്റം ഒരിക്കലും പറയുന്നു, മക്കളുടെ കുറ്റം ഒരിക്കലും പറയുന്നു ഉണ്ടോ? ഉള്ളിൽ വെച്ച് ദൈവത്തിനെ വെച്ച് പ്രാർത്ഥിക്കണം. കർത്താവെ, എന്റെ കുഞ്ഞിനെ വചനപ്രകാരം ചെയ്യാൻ കൃപ നൽകണം. കർത്താവ് വചനം വായിച്ച് ഗ്രഹിപ്പാൻ അവരെ സന്ദർശിക്കണം. നിങ്ങൾ അവരെ ബ്ലസ് ചെയ്യുന്ന മമ്മായിരിക്കട്ടെ, ബ്ലസ് ചെയ്യുന്ന പപ്പായിരിക്കട്ടെ, ബ്ലസ് ചെയ്യുന്ന ഡാഡി ആയിക്കൊള്ളട്ടെ. എന്ത് മിസ്റ്റേക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വന്നിട്ടോ, നിങ്ങളുടെ രക്തമാണ്, നിങ്ങളുടെ കുഞ്ഞാണ് നിങ്ങൾക്ക് വലുത്. വഴിയോരത്തിൽ നിന്ന് ആരുടെയെങ്കിലും പിക്ചറുകളോ ആരെങ്കിലും എടുത്ത സന്ദേശങ്ങളോ നിങ്ങളുടെ പെൺകുഞ്ഞുങ്ങളെ കുറിച്ചോ നിങ്ങളുടെ ആൺകുഞ്ഞിനെ കുറിച്ചോ നിങ്ങൾക്ക് വന്നാൽ നിങ്ങൾ ദൈവത്തിന്റെ കയ്യിൽ കൊടുക്കാം. ഉടനെ ആദ്യം എരിഞ്ഞ് കുഞ്ഞിനെ വിളിച്ച്, നീ എവിടെ ആയിരുന്നടി കാപ്പി കുടിക്കാൻ പോയത്? നീ ഏത് ഓഫീസിലാണ് പോയത്? ആരൊക്കെയാ നിന്റെ കൂടെ ഉണ്ടായിരുന്നത്? കോളേജിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളാ, ഫ്രണ്ട്സുമായിട്ടൊക്കെ അവർ പോയി വന്നിരിക്കും. പക്ഷെ ആ പിക്ചർ കണ്ടേച്ച് ഉടനെ അവർക്ക് ഒരു നെഗറ്റീവ് സെൻസിൽ, നീ തെറ്റിപ്പോയില്ലയോ, നീ പഠിച്ചു പോയില്ലയോ, നീ അങ്ങനെയല്ലയോ ഇങ്ങനെയല്ലോ. ഒരു പപ്പായുടെ ഹൃദയത്തിൽ നാം വേട് പരരുത്. അമ്മയുടെ ഹൃദയത്തിൽ നാം വേട് പരരുത്. നിങ്ങൾ ദൈവത്തിൽ ആശ്രയം വെച്ച് ധൈര്യപ്പെട്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് കിട്ടുന്ന അനുദിന ജീവിതത്തിലുള്ള ദൈവത്തിൽ നിന്ന് കിട്ടുന്ന അനുദിന ആഹാരമുണ്ടല്ലോ, ഡെയിലി മന്ന. നിങ്ങൾ രാവിലെ ഉണരുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, 40 ഡേയ്സ് പ്രയറിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു, രാവിലെ എഴുന്നേൽക്കും കർത്താവിനോട് ഒരു വാക്ക് പറഞ്ഞ് സമർപ്പിച്ച് നിങ്ങളുടെ പ്രാഥമിക കാര്യം കഴിഞ്ഞു വന്ന് ബൈബിൾ എടുക്കണം, വായിക്കണം, അതിലൊരു വാക്യം നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക്. മോനെ, ഇന്ന് പപ്പായ്ക്ക് യേശുപ്പാ തന്ന വചനം ഇതാണ്. ആദ്യം അവർ ചിലപ്പം പറയും, ഓ ഇതൊക്കെ എന്തോത്തിന് എനിക്കിടുന്നത്, ഞാൻ ബൈബിൾ വായിക്കത്തില്ലേ, പപ്പയ്ക്ക് വേറെ പണിയൊന്നും. ഒന്നും പ്രതികരിക്കും. പലപ്പോഴായി ചെല്ലുമ്പോൾ
കുഞ്ഞിന്റെ ലൈഫ് മനസ്സിലായി. ഇന്ന് എന്റെ പപ്പ ദൈവസന്നിധി ഇരുന്നിട്ടായിരിക്കും അയച്ചത്. ഒരു ഈവിൾ അസോസിയേഷന്റെ പുറകെ കുഞ്ഞുങ്ങൾ പോയാലും അവർക്ക് എൻകൗണ്ടർ ഉണ്ടാകുമ്പോൾ അവർ പുറകോട്ട് നോക്കും, ഓരോ വാക്യങ്ങളും നോക്കും. ചിലപ്പോൾ അവരാദ്യം ഡിലീറ്റ് ചെയ്തെന്ന് വരും, പക്ഷെ പിന്നെ അവർ റിഗ്രറ്റ് ചെയ്യും. അവർ നോക്കും, യോ ഇന്നും അപ്പ രാവിലെ പ്രാർത്ഥിച്ചിട്ടാണല്ലോ എനിക്ക് ഈ വാക്യം ഇട്ടത്, എന്റെ മമ്മ പ്രാർത്ഥിച്ചിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്നിട്ടാണല്ലോ എനിക്ക് ഈ വാക്യം ഇട്ടത്. സോ വൺ ഡേ ഗാഡ് വിൽ ടച്ച് their heart. ദൈവം നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചു അത് നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ അവരുടെ ലൈഫിനെ ട്രാൻസ്ഫോം ചെയ്യുന്ന ദൈവ സാന്നിധ്യം പിന്നീട് വരുമെന്നേ. ഇപ്പൊ നിങ്ങൾ വിതയ്ക്കുകയല്ലേ, നിങ്ങളുടെ ഒറ്റത്തുള്ളി കണ്ണുനീരും വേസ്റ്റ് പോകത്തില്ല. കണ്ണുനീരിന് ഒരു രസതന്ത്രമുണ്ട് ദൈവം അതിലെ. ഒരു തുള്ളി കണ്ണുനീരിനകത്ത് ദൈവത്തിന്റെ ലാബിൽ നിങ്ങളുടെ എല്ലാ വിഷയവും അതിനകത്ത് കടക്കുക. ഇവിടുത്തെ ലാബിൽ അത് മനസ്സിലാകത്തില്ല, പക്ഷേ ഒരു ദൈവത്തിന്റെ കണ്ണുനീരിന്റെ രസതന്ത്രം ദൈവത്തിന് അറിയാം. എന്തൊക്കെ കണ്ടന്റ് അതിനകത്തുണ്ട്, എന്തൊക്കെ പെയിൻ അതിനകത്തുണ്ട്, എന്തൊക്കെ ആഗണി അതിനകത്തുണ്ട്, എത്രമാത്രം നെടുവീർപ്പ് അതിനകത്തുണ്ട്, എത്രമാത്രം ആ നൊമ്പരങ്ങൾ അതിനകത്തുണ്ട്. ഇതെല്ലാം ദൈവസന്നിധിയിൽ ഒരു തുള്ളി കണ്ണുനീരൊഴുക്കുന്ന ദൈവവേദന്റെ ആ കണ്ണുനീർ തുള്ളിയുടെ അർത്ഥം ദൈവത്തിന് അറിയാം. അന്റെ ഹൃദയം പകർന്ന് കരഞ്ഞപ്പം ശബ്ദമൊന്നുമില്ലായിരുന്നു, പക്ഷെ അവിടെ ഒരു ജനറേറ്റ് ചെയ്യുന്ന സ്തോത്രം, ഉരുവാക്കുന്ന ഒരു ദൈവസാന്നിധ്യം അവൾ അനുഭവിച്ചിട്ട് ആ വീട്ടിലേക്ക് പോയത്. വചനത്തിൽ കാണുന്ന എന്താണ്? പിന്നെ അവളുടെ മുഖം വാടിയില്ല. ഞാൻ നിങ്ങളോട് പറയാം, ദൈവത്തിന്റെ ചിറകിൽ ആശ്രയിച്ച് നിങ്ങൾ ചുവടുവെച്ച ഒരു സ്ഥലത്തും ഫെയിലിയർ ആകാൻ എന്റെ ദൈവം സമ്മതിക്കത്തില്ല. ഒറ്റപ്പെട്ട അന്തരീക്ഷത്തിലായിരിക്കാം നിങ്ങൾ ചില സമയത്തായിരിക്കുന്നത്, ബട്ട് നീഡ് നോട്ട് ടു വറി. അതിനെ നമ്മൾ സബ്ജക്റ്റ് മാറിപ്പോകുന്നില്ല, പക്ഷേ അത് എൻ്റെ ഉള്ളത്തോട് ദൈവം ഇടപെടുന്നതുകൊണ്ട് ആ ഭാഗം ഒന്ന് തൊട്ട് നമുക്ക് ആ ചിന്തയിലേക്ക് വരണം. നിങ്ങൾ നോക്കുക, രൂത്തിന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ദൈവം ഇടപെടുന്ന ചില കാര്യങ്ങൾ, സ്തോത്രം, ദൈവത്തിന്റെ വചനത്തിൽ ന്യായാധിപന്മാർ കഴിഞ്ഞ് രൂത്തിന്റെ പുസ്തകം, അവിടെ ചില പർട്ടിക്കുലർ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. ഒന്ന്, താൻ പറയുന്നത്, ബാല്യക്കാരോട് താൻ പറയുന്ന ഒരു 3 വാക്കുകളുണ്ട്. ഒന്ന്, അവളെ തുടരുത്. അവൾ പെറുക്കുവാൻ എഴുന്നേറ്റപ്പോൾ ബോവസ് തന്റെ ബാല്യക്കാരോട്, അവൾ കറ്റകളുടെ ഇടയിൽ തന്നെ പെറുക്കിക്കൊള്ളട്ടെ, അവളെ ഉപദ്രവിക്കരുത്. നോക്കുക, അവിടെ 3 വാക്കുകൾ നിങ്ങൾ നോട്ട് ചെയ്യണം. ഒന്ന് 9-ാം വാക്യം, അതില് എഴുതിയിരിക്കുന്നത്, അവർ കൊയ്യുന്ന നിലത്തിന്മേൽ ദൃഷ്ടി വെച്ച് അവരുടെ പിന്നാലെ പോയിക്കൊള്ളുക, ബാല്യക്കാർ നിന്നെ തുടരുത്, ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുണ്ട്. നോക്കുക, നിന്നെ തുടരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. ആരോഗ്യമുള്ള സൗന്ദര്യമുള്ള സഹോദരിമാരെ കാണുമ്പോൾ പാപദാഹത്തിന്റെ ചിന്തയുമായിട്ട് കടന്നു വരുന്ന ജഡികന്മാരായ ആളുകൾ ഈ ലോകത്തിലുണ്ട്. പക്ഷേ നമ്മള് കഴിഞ്ഞ ദിവസം തിരുവചനം ധ്യാനിച്ചപ്പോൾ പറഞ്ഞ മാതിരി നമ്മളുടെ ശരീരം കണ്ടിട്ട് വേറൊരാളുടെ മനസ്സിൽ പാപബോധം, പാപചിന്ത ഉണ്ടാകുന്നെങ്കിൽ ഒരു വേദശാസ്ത്രി പറഞ്ഞിരിക്കുന്നത് 50% ശിക്ഷ അവർക്കുണ്ട്. അപ്പോൾ എന്താണ്? നമ്മുടെ ശരീരം മറച്ച് യോഗ്യമായ വസ്ത്രം ധരിച്ച് നമ്മൾ, സ്തോത്രം, ഇവിടെ എഴുതിയിരിക്കുന്നത് നിന്നെ തുടരുതെന്ന് ഞാൻ കൽപ്പിച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ ശബ്ദമാണ്, ദൈവത്തിന്റെ വചനമാണ്. ഒരു ബോവസ് അങ്ങനെ കൽപ്പിച്ചെങ്കിൽ കുഞ്ഞെ, നീ ഒറ്റപ്പെട്ടായിരിക്കുന്ന സ്ഥലങ്ങളിൽ, സ്തോത്രം, ഏത് വ്യക്തി നിന്റെ മേൽ കണ്ണുവെക്കാൻ ശ്രമിച്ചാലും, നിന്റെ കുടുംബജീവിതത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചാലും, കുടുംബജീവിതത്തിൽ എന്തെങ്കിലും ചെറിയ അസ്വാരസ്യങ്ങൾ ഉള്ള ആളുകളുണ്ട്, വളരെ മനഃശാസ്ത്രപരമായി അത് മനസ്സിലാക്കിയിട്ട് പരിഹരിക്കാൻ എന്ന ഭാവേന നുഴഞ്ഞു കയറും. പിന്നീട് ആ കുടുംബത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ടെന്നറിയാം. വളരെ സൂക്ഷിക്കണം. ഇവിടെ പറയുന്നു തുടരുത്. ഇനി 15-ാം വാക്യത്തിന്റെ ഒടുവിൽ പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിച്ചേ. അവൾ പെറുക്കുവാൻ എഴുന്നേറ്റപ്പോൾ ബോവസ് തന്റെ ബാല്യക്കാരോട്, അവൾ കറ്റകളുടെ ഇടയിൽ തന്നെ പെറുക്കിക്കൊള്ളട്ടെ, അവളെ ഉപദ്രവിക്കരുത്. അവളെ ഉപദ്രവിക്കരുത്. നോക്കുക, തിരുവചനം പറയുന്നു, ഒന്ന്,
അവളെ തൊട്ടേക്കരുത്. 2, അവളെ ഉപദ്രവിക്കരുത്. 16-ാം വാക്യത്തിന്റെ ഒടുവിൽ കാണുന്നത് എന്താണ്? പെറുക്കേണ്ടതിന് അവൾ അവളെ കട്ടുകളിൽ ശകാരിക്കരുത്. നിന്ന് വലിച്ചിട്ടേക്കണം. അവളെ ശകാരിക്കരുത്. നിങ്ങൾ ആ 3 വാക്ക് ഒന്ന് നോട്ട് ചെയ്ത്. 1, തൊടരുത്. 2, ഉപദ്രവിക്കരുത്. 3, ശകാരിക്കരുത്. നോക്കിക്കേ കുഞ്ഞെ, എന്തുകൊണ്ടാ? നിന്റെ അമ്മായിയമ്മയോട് നീ എന്തൊക്കെ ചെയ്തിരിക്കുന്നു എന്നുള്ള കാര്യം നിന്നെക്കുറിച്ച് ഞങ്ങൾ കേട്ടിരിക്കുന്നു. സ്തോത്രം. നീ ഇസ്രായേലിന്റെ ചിറകിൽ ആശ്രയിച്ചാണല്ലോ നീ വന്നിരിക്കുന്നു. 12-ാം വാക്യം നോക്കിയേ, 2-ാം അധ്യായം 12-ാം വാക്യം, 11, 12 വാക്യം എല്ലാവരും നോക്കിയേ. ബോവസ് അവളോട്, നിന്റെ ഭർത്താവ് മരിച്ച ശേഷം അമ്മാവിയമ്മയ്ക്ക് നീ ചെയ്തിരിക്കുന്നതും നിന്റെ അപ്പനെയും അമ്മയും സ്വദേശത്തെയും വിട്ട് മുമ്പേ അറിയാത്ത ജനത്തിന്റെ അടുക്കൽ വന്നിരിക്കുന്ന വിവരമൊക്കെ ഞാൻ കേട്ട്. ശ്രദ്ധിച്ചോ, നിന്റെ ഭർത്താവ് മരിച്ച ശേഷം അമ്മാവിയമ്മയ്ക്ക് നീ ചെയ്തിരിക്കുന്നതും. കണ്ടോ, മരുമകൾക്ക് അമ്മായിയമ്മയോടുള്ള സ്നേഹം എങ്ങനെയായിരുന്നു? ഈ തള്ള എന്തിനു കൊള്ളാം എന്നാണോ പറഞ്ഞേ? എന്റെ അമ്മയുടെ അയലോക്കത്ത് പോലും നീ ഒത്തുവരത്തില്ല എന്നാണോ ഹൃദയത്തിൽ പറഞ്ഞേ? അല്ല. ആ രൂത്ത് ഒരു പ്രത്യേക ഗുണമുള്ള കുട്ടിയായിരുന്നു, അല്ലേ? സ്തോത്രം. കുടുംബജീവിതം പോയി, എല്ലാ ഹോപ്പും നഷ്ടമായി. പക്ഷെ അവൾക്കൊരു കാര്യം മനസ്സിലായി, ഈ മമ്മ ഇസ് മൈ ഓൺ മമ്മ. ഇതെന്റെ മമ്മിയാ. ഇതെന്റെ അമ്മയാ. ഞാന് ഇപ്പൊ 34 വർഷമാകുന്നു കല്യാണം കഴിച്ചിട്ട്. എൻ്റെ അമ്മായിമ്മ എനിക്കൊരിക്കലും ഞാന് മിക്ക മാസത്തിലും ഞാൻ കഴിയുന്നത്ര മാസത്തിൽ 2 വട്ടമെങ്കിലും ചിലപ്പോൾ ഞാൻ പോയി കാണും. എൻ്റെ കയ്യിലുള്ളത് മക്കളൊക്കെ സമ്പന്നരാ, പക്ഷെ അവർക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് വിഷയമല്ല. പക്ഷേ നമ്മുടെ കയ്യിലുള്ളത് അമ്മമാർക്ക് കൊടുത്തിരിക്കും. കാരണം ആ അമ്മച്ചിമാര് പ്രാർത്ഥിക്കുന്നവർ ആരും പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. അവരെ സ്നേഹിപ്പാനും കരുതാനും മനസ്സിലാക്കാനും അംഗീകരിപ്പാനും അവർക്ക് വലിയ വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ല സഹോദരങ്ങളെ. കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളേ ഉള്ളൂ. അവിടെ എത്ര സമയമില്ലേലും നിങ്ങളുടെ അമ്മമാരെ ഫോൺ വിളിക്കണം കേട്ടോ. പപ്പായെ വിളിക്കണം, 1 മിനിറ്റ് മതി. എത്ര തിരക്കുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിൽ മാന്തുന്ന സമയമൊന്നും വേണ്ടല്ലോ അവരെ ഒന്ന് വിളിക്കാൻ. സ്തോത്രം. വിളിച്ച് വെച്ച് സുഖായിരിക്കുന്നു. സ്തോത്രം. ഞാൻ എവിടെ പോയാലും എൻ്റെ അമ്മയുടെ അടുക്ക് ചെല്ലും. മുട്ടൂത്തി അമ്മച്ചിയെ കൊണ്ട് ഞാൻ ബ്ലസ് ചെയ്യും. കഴിഞ്ഞ ദിവസവും ഞാൻ പോയി. അപ്പൊ അവരാഗ്രഹിക്കുന്നത് നിങ്ങളുടെ ശബ്ദം കേൾക്കാനും നിങ്ങളിൽ നിന്ന് കേൾക്കാനും. സ്തോത്രം. പിന്നെ ആരുടെയും കുറ്റം കേൾക്കാൻ നിങ്ങൾ പോകണ്ട. ചുരുങ്ങിയ വാക്കിലാണെങ്കിലും ക്ഷമ പറഞ്ഞ് പ്രാർത്ഥിച്ച് നിങ്ങളെ നിർത്തണം. അപ്പൊ ഇവിടെ 3 കാര്യം നമ്മൾ കണ്ടു. 1, എന്താ നമ്മൾ വായിച്ചത്? 1, തൊടരുത്. മറ്റൊന്ന്, ഉപദ്രവിക്കരുത്. 3, ശകാരിക്കരുത്. സഹോദരങ്ങളെ, ഈ ഭൂമിയിലെ ബോവസ് ഇങ്ങനൊരു വാക്ക് പറഞ്ഞെങ്കിൽ ബോവസിനേക്കാൾ വലിയവൻ നമ്മുടെ മേൽ ഉണ്ട്, അല്ലേ? നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് വിശ്വാസത്തോടെ പറയണം, കർത്താവേ, ഞാൻ അങ്ങയുടെ ചിറകിൽ ആശ്രയിച്ചു. നമ്മളെ 12-ാം വാക്യം ശ്രദ്ധിച്ച് എന്താ എഴുതിയിരിക്കുന്നത്? നിന്റെ പ്രവൃത്തിക്ക് യഹോവ പകരം നൽകട്ടെ. അടുത്ത് എന്താ എഴുതിയിരിക്കുന്നത്? നിങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് വെക്കണം. അത് എന്താ എഴുതിയിരിക്കുന്നത്? ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴെ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം തരുമാറാകട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. നോക്കിയേ, അവള് ബോസിനോട് എനിക്ക് വേണ്ടി ഈ 3 വാക്ക് പറയണമെന്ന് വല്ലതും പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല. അവളുടെ നോട്ടം, അവളുടെ ആശ്രയം ഇസ്രായേലിന്റെ ദൈവത്തിലായിരുന്നു. ഇസ്രായേലിന്റെ ദൈവത്തിലായിരുന്നു. ആ ഇസ്രായേലിന്റെ ദൈവത്തിൽ ആശ്രയിച്ചു വന്നവൾക്ക് വേണ്ടി അവൾ അറിയാത്ത ഒരു നേരത്തെ കഞ്ഞി വെക്കാൻ വേണ്ടി കതിര് പറക്കാൻ പോയതാ. കറ്റ കൊയ്യാൻ പോയ കൊച്ചല്ല. കൊയ്തതിന് ശേഷം ബാക്കി കിടക്കുന്നത് കതിര് എടുക്കാൻ പോയതാ. പക്ഷെ അവളുടെ ജീവിതം, അവളുടെ ആശ്രയം, അമ്മായിമ്മയോടുള്ള അവളുടെ നിഷ്കളങ്കമായ കെയർ നന്നായിട്ട് അമ്മായിമ്മയ്ക്ക് കൊടുത്ത ഒരു സഹോദരി. സ്തോത്രം. അമ്മായിമ്മമാരെ നോക്കുന്ന സഹോദരിമാരെ ഞാൻ നിങ്ങളോട് പറയാം, 60 കഴിയുമ്പോൾ ചറുവുറുപ്പൊക്കെ തുടങ്ങും. നിങ്ങൾ എത്ര നല്ല ഗുണം ചെയ്താലും ഇന്ന കാര്യം കൂടെ കുറവുണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയും. അതൊന്നും നിങ്ങൾ മനസ്സിൽ വയ്ക്കരുത്. നിങ്ങളുടെ ബർത്ത്ഡേ വരുമ്പോൾ നിങ്ങളുടെ തള്ളയ്ക്ക് എന്താ കുഴപ്പമെന്ന് അച്ചായനോട് പറഞ്ഞ് നോവിക്കരുത്. ആ തള്ളയോട് മര്യാദയ്ക്ക് അടങ്ങിയിരിക്കാൻ പറ എന്ന് പറഞ്ഞ്
നിങ്ങളുടെ ഭർത്താവിനെ വ്യസനിപ്പിക്കരുത്. നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലെ സന്തോഷത്തിന് അതെ തകർക്കാനുള്ള സാത്താന്റെ ഒരു ടൂളായിട്ടൊന്നും നിങ്ങൾ ഒരിക്കലും അതിനെ കാണരുത്. കണ്ണടച്ച് കളയേണ്ടത് കണ്ണടച്ച്. ഞാൻ പറയാം, ദൈവം സീരിയസ് ആയി കാണാത്ത ഒരു കാര്യവും എൻ്റെ സഹോദരി സഹോദരന്മാരെ നിങ്ങൾ സീരിയസ് ആയി കാണരുത്. കർത്താവ് കാര്യമാക്കാത്ത ഒരു കാര്യവും നിങ്ങൾ കാര്യമാക്കരുത്. ഒന്ന് എഴുതി വെക്കാമോ? കർത്താവ് കാര്യമാക്കാത്ത ഒരു കാര്യം നിങ്ങൾ കാര്യമാക്കണ്ട. നിങ്ങൾക്ക് നിങ്ങളെ അറിയാമല്ലോ, നിങ്ങൾ ചെയ്യുന്ന അറിയാമല്ലോ. പ്രായമുള്ള മാതാപിതാക്കൾ ചിലപ്പോൾ മറന്നുപോകും. നിങ്ങൾ എല്ലാ ദിവസവും വിളിച്ചാലും പറയും, എത്ര ദിവസമായിടാ എന്നെ വിളിച്ചിട്ടെന്ന്. കാരണം ഡിമെൻഷ്യ ഉള്ളവർക്ക് ആ പ്രശ്നമുണ്ട്, ഓർമ്മക്കുറവുള്ളവർക്ക് പ്രശ്നമുണ്ട്. ഒരുപക്ഷെ ഡോക്ടർ സർട്ടിഫൈ ചെയ്ത് കാണത്തില്ല, ചിലപ്പോൾ അതൊക്കെ കാണുമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ സ്നേഹത്തിന്റെ സമീപനം, മനസ്സലിവിന്റെ ശബ്ദം, അംഗീകാരത്തിന്റെ ആ ഒരു ശബ്ദം, ഇതൊക്കെ നിങ്ങൾ വീട്ടിൽ ഇരുന്ന് നിങ്ങളുടെ മാതാവിനോട് സംസാരിക്കുന്ന ഫീലിംഗ് പോലെ അവർക്കുണ്ടാകട്ടെ. കെയർ ഹോമിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ ഇത് നിങ്ങൾക്ക് കൂടുതൽ പ്രയോജനപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ 3 വാക്ക് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഇടുന്നു. കർത്താവേ, എൻ്റെ കുഞ്ഞിനെ തുടരുതെന്ന് ദൈവം കൽപ്പിക്കണം. എൻ്റെ കുഞ്ഞിനെ ഉപദ്രവിക്കരുതെന്ന് അവിടുന്ന് കൽപ്പിക്കണം. എൻ്റെ കുഞ്ഞിനെ ശകാരിക്കരുതെന്ന് ദൈവം കൽപ്പിക്കണം. ദൈവം അത് ചെയ്യും. നിങ്ങൾ എത്ര മനസ്സ് പതറിയിരുന്നാലും നിങ്ങളുടെ വിഷയങ്ങളിൽ ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യും. ഓക്കെ, മടങ്ങി വരാം. അപ്പോൾ ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കേൾക്കുന്നതും സംസാരിക്കുന്നതും യേശുക്രിസ്തു എന്ന നാമം മാത്രമാണ്. അതിനാൽ ഓരോ നിമിഷവും ആയിരക്കണക്കിന് ആളുകളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിത്യനാശത്തിലേക്ക് ഒഴുകുന്ന ആത്മാക്കളെ നിത്യജീവന്റെ പാതയിലേക്ക് നയിക്കുവാനുള്ള ഉന്നതമായ ദൗത്യം ക്രിസ്തു നമുക്ക് ഓരോരുത്തർക്കും നൽകിയിരിക്കുന്നു. ഓക്കെ, പാപികളെ കൊണ്ട് നരകം നിറയ്ക്കുവാൻ സാത്താൻ ശ്രമം നടത്തുമ്പോൾ രക്ഷിക്കപ്പെട്ടവരെയും കൊണ്ട് സ്വർഗം നിറയ്ക്കുക എന്നുള്ളതാണ് കർത്താവ് നമ്മളിലൂടെ ഇച്ഛിക്കുന്നത്. അപ്പോൾ ഈ ശ്രേഷ്ഠ പദവിയിൽ സന്തോഷിക്കുകയും നന്ദിപൂർവ്വം അതിൽ തുടരുകയും ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഈ ആദ്യത്തെ സെഷനിൽ നിങ്ങളെ എനിക്ക് ഓർപ്പിക്കാനുള്ളത്. വരും ദിവസങ്ങളിൽ നമ്മൾ പ്രാക്ടിക്കൽ മിനിസ്ട്രിയുടെ പല ക്ലാസ്സുകൾ സൗകര്യം അനുസരിച്ച് നമുക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് ഇതെല്ലാം നമ്മള് ലോകത്തോട് ഇത് പങ്കാളിത്തം വഹിച്ച് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നു. നമ്മുടെ അടിത്തറ വൃത്തിയല്ലെങ്കിൽ നമ്മൾ പറയുന്നതിലൊന്നും അർത്ഥമില്ലാതെ പോകും. അതുകൊണ്ട് നമ്മുടെ ജീവിതം ഏറെ ഫലകരമായി തീരുവാൻ, കൂടുതൽ ശ്രമകരമായി നമുക്ക് വീണ്ടും പരിശ്രമിക്കാൻ കർത്താവിന്റെ ആത്മാവ് നമുക്ക് എവർക്കും കൃപ നൽകുമാറാകട്ടെ. Shall we pray? നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകാൽ നമ്മുടെ തോമസ് കുര്യാക്കോസ് എന്ന പ്രിയപ്പെട്ടവന് വേണ്ടി വിശേഷാൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. വോക്കൽ കോഡിന് ചെറിയ പ്രയാസമുണ്ട്, സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഒരു സർജറിയുടെ കാര്യം ചിന്തിച്ചിട്ടുണ്ട്. തക്ക സമയത്ത് അത് വിജയകരമായി തീരുവാൻ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാം. സ്തോത്രം. എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിച്ചാണ്. സ്തോത്രം. വേണ്ട ബലവും വേണ്ട കൃപയും വേണ്ട ശക്തിയും നൽകാൻ. എൻ്റെ വോക്കൽ കോഡിന് സർജറി ചെയ്താണ്. വലിയൊരു സർജറി ഒരു തലത്തിലൂടെ കടന്നു പോകേണ്ടി വന്നു. പക്ഷേ കർത്താവ് ഒന്നും തന്മയ്ക്ക് ചെയ്തില്ല. അതുകൊണ്ട് ദൈവമക്കളെ നമുക്ക് തന്നെ പ്രിയപ്പെട്ടതിനു വേണ്ടി എല്ലാവരും മനസ്സ് വെച്ച് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. സർജനായി നമുക്ക് പ്രാർത്ഥിക്കാം, ടീമിനായി പ്രാർത്ഥിക്കാം. അതൊരു ചെറിയ പ്രൊസീജിയറാണ്. വേണ്ട ബലവും ശക്തിയും കൃപയും നൽകേണ്ടതിനായി എല്ലാവരും ചേർന്ന് ഒരുമിച്ച് പ്രാർത്ഥിച്ചാണ്. താങ്ക് യു ജീസസ്. അനിതാ സജി പ്രാർത്ഥിക്കാമോ? താങ്ക് യു ജീസസ്. പ്രാർത്ഥനാ വിഷയം പറഞ്ഞോട്ടെ. 8 മാസം പ്രായമുള്ള ഒരു പൊടി കുഞ്ഞിനെ ഇപ്പൊ ഛർദിൽ കൂടി ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ സമയം തരാം. സിസ്റ്റർ അനിത സജി ലൈനിലുണ്ടെങ്കിൽ പ്രാർത്ഥിക്കാമോ? Praise God. Ramana Shakhamana Gadagashasi. Yes, Anita പ്രാർത്ഥിക്കും. Praise God. Thank you, Lord. അനിത സജി കേൾക്കുന്നില്ല. വോയിസ് കേൾക്കുന്നില്ല. ഡ്യൂട്ടിയിലാണെങ്കിൽ മെസ്സേജ് ഇട്ടാൽ മതിയാവും. ഓക്കെ, എനിക്ക് തോന്നുന്നുണ്ടോ വോയിസ് ഇഷ്യൂ ആയിരിക്കാം.
ഓക്കെ, സന്തോഷ് പ്രാർത്ഥിക്കാമോ? സന്തോഷ്. ഹല്ലേലൂയ. മഹാപരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, നല്ല രാത്രികാലം ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഹല്ലേലൂയ. സ്തോത്രം. പ്രിയ ദൈവദാസനെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവേ, തോമസ് ബ്രദറിനെ ദൈവത്തിന്റെ കരങ്ങൾ വീണ്ടും നമ്മൾ കാണുന്നത് എന്താണ്? 2 വാക്യം യൂട്യൂബിലുള്ളവർ കൂടെ കേൾക്കത്തക്കണം ഒന്ന് വായിച്ചാട്ടെ. പുതുവർഷത്തേക്ക് നിങ്ങൾക്ക് ഈ 2 വചനങ്ങൾ പ്രോമിസായിട്ട് നൽകുന്നു. നിങ്ങൾക്കത് ഉള്ളിൽ അത് ഒരു നിയോഗവാക്യങ്ങളായിട്ട് തോന്നുന്നെങ്കിൽ നിങ്ങൾക്കത് കൈക്കൊള്ളാം. ഇയ്യോബിന്റെ പുസ്തകം 8-ാം അധ്യായം 7-ാം വാക്യം, നിന്റെ പൂർവസ്ഥിതി അല്പമായി തോന്നും, നിന്റെ അന്ത്യസ്ഥിതി അതിമഹത്തായിരിക്കും. ആവർത്തിച്ച് വായിക്കുന്നു, നിന്റെ പൂർവസ്ഥിതി അല്പമായി തോന്നും, അന്ത്യസ്ഥിതി അതിമഹത്തായിരിക്കും. പ്രൈസ് ഗോഡ്. ഇനി 2 ദിനവൃത്താന്തത്തിന്റെ പുസ്തകം, അതെ, 15-ാമത്തെ അധ്യായം അതിന്റെ 7-ാം വാക്യം കൂടെ ഞാൻ വായിക്കുന്നു. എന്നാൽ നിങ്ങൾ ധൈര്യമായിരിപ്പീൻ, നിങ്ങളുടെ കൈകൾ തളർന്നു പോകരുത്, നിങ്ങളുടെ പ്രവൃത്തിക്ക് പ്രതിഫലം ഉണ്ടാകും. ആവർത്തിച്ച് വായിക്കുന്നു, എന്നാൽ നിങ്ങൾ ധൈര്യമായിരിപ്പീൻ, നിങ്ങളുടെ കൈകൾ തളർന്നു പോകരുത്, നിങ്ങളുടെ പ്രവൃത്തിക്ക് പ്രതിഫലം ഉണ്ടാകും. ഈ വചനങ്ങൾ നിങ്ങൾക്ക് ആശ്വാസവും അനുഗ്രഹവുമാക്കി കർത്താവ് തീർക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വിശേഷാൽ നമ്മുടെ ജിബിയുടെ കുഞ്ഞിന് വേണ്ടി നിങ്ങൾ കണ്ടിന്യൂസ് പ്രാർത്ഥിക്കണം. സ്തോത്രം. ഈ വർഷത്തെ ഒരു യുദ്ധമാണ് ആ കുഞ്ഞിന്റെ വിഷയം. സ്തോത്രം. എന്നാൽ എന്നോടുള്ള ബന്ധത്തിൽ എൻ്റെ ഉള്ളത്തിൽ ഒരു വാക്യം ഓടി വരുന്നത് ഇങ്ങനെയാണ്. പുറപ്പാട് പുസ്തകം 14-ാമത്തെ അധ്യായത്തിൽ മോശ ആത്മാവിൽ നിറഞ്ഞ് ജനത്തോടൊരു കാര്യം പറയുന്നു. മക്കളെ, ആ വാക്യം മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചു. ഇന്ന് കണ്ട മിസ്രൈമിനെ ഇനി നിങ്ങൾ ഒരു നാളും കാണുകയില്ല. ഇന്ന് കണ്ട മിസ്രൈമിനെ ഒരു നാളും കാണുകയില്ല. സ്തോത്രം. പുറപ്പാട് പുസ്തകം 14-ാമത്തെ അധ്യായം അതിന്റെ 13-ാമത്തെ. യെസ്. അതിന് മോശ ജനത്തോട് ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ, യഹോവയിൽ നിന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടു. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രൈമിനെ ഇനി ഒരു നാളും കാണുകയില്ല. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതെ. നിങ്ങൾക്കറിയാമോ, എൻ്റെ വൈഫിന് മലേറിയ പിടിച്ച് ഞങ്ങള് ആൻഡമാൻസിലായിരുന്ന സമയത്ത് 93-ല്, എന്നൊക്കെ 31 വർഷങ്ങൾക്ക് മുമ്പ്, അവർക്ക് മെഡിസിൻ പ്രയോജനപ്പെട്ടില്ല. അവരുടെ ബ്രെയിനിൽ അത് എഫക്റ്റ് ചെയ്തു. അവരുടെ ബോധം വേറൊരു നിലയിലേക്ക് മാറി, അബ്നോർമൽ അവസ്ഥയിലേക്കായി. കുഞ്ഞിനെ ഫീഡ് ചെയ്യാതായി. മുടിയൊക്കെ പിച്ചിപ്പറിക്കാൻ തുടങ്ങി. തലമുടി പിച്ചിപ്പറിക്കും, ഭിത്തിയിലിട്ട് തലയിടിക്കും. ഒരു 46 ദിവസത്തോളം കഷ്ടത്തിലായി. മിഷണറിമാര് പോകാൻ മടിക്കുന്ന സ്ഥലത്തേക്ക് എന്നെ അയക്കണമെന്ന് പറഞ്ഞ് ദൈവം നൽകിയ നിയോഗം അനുസരിച്ച് മിഷൻ ഫീൽഡ് മേടിച്ച് ഞാൻ പോയതാണ് മിഷണറിയായിട്ട്. എനിക്ക് മുമ്പുണ്ടായിരുന്ന ദേവദാസിന്റെ ഭാര്യയോടെ മരിച്ചടക്കുന്നുണ്ട്. അതിനുശേഷം ഒറ്റ മിഷണറിമാർ അവിടെ പോകാൻ തയ്യാറായില്ല. ബോധം ഇടയ്ക്ക് വരുമ്പോൾ വൈഫിനോട് പറഞ്ഞു, എനിക്ക് അമ്മയെ കണ്ടിട്ട് മരിക്കണം, എനിക്ക് മരിക്കാൻ തോന്നുന്നു. ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, അടിയൻ എന്താ ചെയ്യേണ്ടി? 46 ദിവസമായി. വിശ്വാസികളോട് പറയാൻ പ്രയാസം. കർത്താവിനോട് പറഞ്ഞു, നീ എൻ്റെ പാദപീഠത്തിൽ 21 ദിവസം. എൻ്റെ 7-ാമത്തെ ദിവസം ദൈവാത്മാവിനോട് പറഞ്ഞു, ഞാൻ നിന്റെ കൂട്ടാളിയെ വിടുവിക്കാൻ പോവുകയാണ്. അവളെ അധികാരമുള്ള ശുശ്രൂഷയിലേക്ക് ഞാൻ ഒരുക്കാം. ഇത് ഞാൻ പറയുമ്പോൾ എന്നോട് ദൈവാത്മാ പറഞ്ഞു, നിന്റെ പ്രിയപ്പെട്ടവളെ അടുത്ത് വിളിക്കുകയും ഞാൻ അവളെ സൗഖ്യമാക്കാം. ഇത് ഞാൻ പറയും പെട്ടെന്ന് ഇടിമുഴക്കം പോലെ എൻ്റെ ഉള്ളിലേക്ക് കയറുമെന്ന വാക്യം ഇത്. ഇന്ന് കണ്ട മിസ്രൈമിനെ ഇനി നിങ്ങൾ ഒരു നാളും കാണുകയില്ല.
എന്നോട് ദൈവം പറഞ്ഞ അവളുടെ മേൽ കരം വെച്ച് പ്രാർത്ഥിക്കും. പക്ഷെ നിങ്ങൾക്കറിയാമോ, ഈ വാക്യം ആത്മാവിൽ നിറഞ്ഞ് ഞാൻ ഉരുവിടുമ്പോൾ അവളുടെ ദേഹത്ത് കൈ തൊട്ടില്ല, ഇങ്ങനെ അവളുടെ മേൽ കൈ നീട്ടിയതേ ഉള്ളൂ. പെട്ടെന്ന് എന്നോട് പറയാം, ചാച്ച എന്റെ തലേന്ന് ഒരു വലിയ പർവ്വതം ഇളകിപ്പോകുന്നത് പോലെ എനിക്ക് കംപ്ലീറ്റ്ലി അവളുടെ ജീവിതങ്ങളെ ധൈര്യമായിരിക്കുക, ഈ വാക്യം ഉരുവിട്ട് പ്രാർത്ഥിക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ പിതാവേ, ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്ന ക്രിസ്തുവിൽ എൻ്റെ വാത്സല്യ സഹോദരി സഹോദരന്മാർക്ക് വേണ്ടി അടിയൻ പ്രാർത്ഥിക്കുന്നു. സ്പിരിച്വലി, ഫിസിക്കലി, മെന്റലി, ഫിനാൻഷ്യലി അവരുടെ ഒറിജിനായിട്ടുള്ള സിറ്റുവേഷൻ നന്നായിട്ട് അങ്ങേക്ക് അറിയാൻ യേശുവിന്റെ നാമത്തിൽ അവരുടെ സ്ഥിതി മാറാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വചനം ഞങ്ങൾ വായിക്കുന്നു, ദൈവം തന്നെ ജനത്തിന്റെ സ്ഥിതി മാറ്റുന്നു. യാക്കോബ് സന്തോഷിക്കും, ഇസ്രായേൽ ആനന്ദിക്കും. അതേ കർത്താവ്. ഓ റമനമാശ, ശത്രുവിനെയും പകയിനെയും മിണ്ടാറാക്കാൻ കഴിയുന്ന ദൈവമാണ്. ഞങ്ങളുടെ സഹോദരിമാർ, ഞങ്ങളുടെ സഹോദരന്മാർ, അവരുടെ കുഞ്ഞുങ്ങൾ, അവരുടെ മാതാപിതാക്കൾ, എല്ലിപ്പിച്ചുമാർ, കൊച്ചുമക്കൾ, ഇവരെല്ലാവരെയും ഞങ്ങൾ ഈ 2024 ഡിസംബർ 28 ഈ രാത്രി കർത്താവെ 11:30 മണിയോട് അടുക്കാറായ സമയം ഞങ്ങൾ അവരെ എല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് ബ്ലസ് ചെയ്യുന്നു. ഈ ദിവസങ്ങളിൽ നടക്കുന്ന വചനധ്യാനത്തിലൂടെയും സെമിനാരിയുടെ പ്രാക്ടിക്കൽ മിനിസ്ട്രിയിലൂടെ ഒക്കെ സംബന്ധിക്കുന്നവരെല്ലാവരും കർത്താവെ വലിയ വിഷനോടുകൂടി പുതുവർഷത്തിൽ പ്രവേശിപ്പാൻ ദൈവാത്മ സഹായിക്കണം. അവർക്ക് മതിയായ ദൈവകൃപ കർത്താവ് നൽകണം. ആരോഗ്യ പ്രശ്നമുള്ള ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. അവരുടെ മേലൊരു ഹീലിംഗ് അയക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ മാനസികമായ ഒരു ആരോഗ്യം അയക്കാൻ പ്രാർത്ഥിക്കുന്നു. ഇൻസൈഡ് ഔട്ട്സൈഡ്, ടോപ്പ് ടു ബോട്ടം, തലമുടി മുതൽ നഖം വരെ യേശുവിന്റെ നാമത്തിൽ ഓ റമാനാദുഷകനസ്. കുഞ്ഞുങ്ങളെ ഞങ്ങൾ ബ്ലസ് ചെയ്യുകയാണ്. അടിയൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അടിയന്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിൽ ഈ ജനത്തെ അടിയൻ ഒരുമിച്ച് ബ്ലസ് ചെയ്യുന്ന കർത്താവ്. അവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടട്ടെ, അവരുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ, അവരുടെ പ്രൊഫഷണൽ അനുഗ്രഹിക്കപ്പെടട്ടെ. അവർക്ക് നൽകിയിരിക്കുന്ന റെസ്പോൺസിബിലിറ്റി കൂടുതൽ പെർഫെക്റ്റ് ആയി നല്ല നിലയിൽ കർത്താവെ കമ്പനിയിലെ ബെസ്റ്റ് കർത്താവെ വർക്കറായി, ബെസ്റ്റ് സ്റ്റാഫായി അവർ മാറട്ടെ. കർത്താവെ അസാധാരണമായ ഗ്രേസ്, അസാധാരണമായ എബിലിറ്റി, അസാധാരണമായ സ്കിൽ കർത്താവർക്ക് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വാത്സല്യ പ്രിയപ്പെട്ട തോമസിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് വരും ദിവസങ്ങളിൽ സർജറിക്കായി ദൈവസന്നിധിയിൽ അത് പ്ലാൻ ചെയ്യുന്നു. കർത്താവെ സർജനെയും ടീമിനെയും ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു, അവർക്കായി പ്രാർത്ഥിക്കുന്നു. അത് സക്സസ് ആയി ഒരു പ്രയാസം കൂടാതെ ദൈവം അത് മഹത്വത്തിനാക്കി തീർക്കുന്ന ദൈവമാകയാൽ സ്തോത്രം. ഫാമിലി ആയവരെ ബ്ലസ് ചെയ്തു ലീഡ് ചെയ്ത പ്രിയപ്പെട്ടവനായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ബ്ലസ് ചെയ്താട്ട് കുടുംബമായി കർത്താവ് ആ ദേശത്ത് ദൈവം അവരെ ആക്കിയിരിക്കുന്നത് അവരേറെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ദിവസങ്ങളാക്കി വിശ്വാസത്തോടെ ഞങ്ങൾ കാണും. അതെ കർത്താവ്, വചനം സംസാരിച്ച അങ്ങയുടെ ദാസിക്കായി പ്രാർത്ഥിക്കുന്ന അനേകർക്ക് കർത്താവെ അങ്ങയുടെ രാജ്യത്തിനു വേണ്ടി പ്രയോജനപ്പെടുവാൻ, അനേകർക്കൊരു ആശ്വാസമായി തീരുവാൻ ദൈവം ഉപയോഗിക്കുന്നുണ്ട്. നന്ദിയോട് സ്തോത്രം. എല്ലാം മഹത്വത്തിനാക്കി വരും ദിവസങ്ങളേറെ ദൈവം പ്രാവശ്യം കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി നിലനിൽപ്പാൻ കർത്താവിന്റെ ആത്മാവ് എല്ലാവർക്കും കൃപ നൽകണം. യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പിതാവേ കേൾക്കുമാറാകണമേ. ആമേൻ. God bless you all. എല്ലാവരും ചേർന്ന് ഒരുമിച്ച് വിദ്യാർത്ഥികൾ ആശീർവാദം ഒരുമിച്ച് പറഞ്ഞാട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. നിങ്ങൾക്ക് എല്ലാവർക്കും എനിക്ക് വേണ്ടി അയക്കാൻ കിട്ടിയ ഇൻസ്പിറേഷണൽ ബൈബിൾ വേർഡ് അയക്കണം. ഓക്കെ, God bless you everyone. Amen. See you. Thank you, sir. Morning. Thank you, Pastor. Thank you, Pastor. God bless you.